ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ശ്രീകൃഷ്ണായ നമോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വതിയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നാളെ ഏകാദശി. നമ്മുടെ ക്ഷേത്രത്തില് ഏകാദശി മഹോത്സവമായിട്ടാണ് കൊണ്ടാടുന്നത്. സാധാരണ ഏകാദശി വിളക്ക് കേട്ടിട്ടുള്ളത് സാക്ഷാൽ ഗുരുവായൂർ അമ്പലത്തിലാണ്. ചെറുതാവുമ്പോൾ അമ്മ പറയും ഗുരുവായൂർ പോകണം, ഏകാദശി വിളക്ക് തുടങ്ങിയിരിക്കണു. നമ്മുടെ അടുത്തൊരു അമ്പലത്തില് ഏകാദശി വിളക്ക് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് അങ്ങനെ കൊണ്ടുവന്ന് തരും. ഭഗവാൻ ഭക്തപ്രിയന. ഭക്തനേക്കാൾ വലുതായി ഭഗവാനൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഗീതയില് നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തന് നാശമില്ല എന്ന് പറയണേ. ഇനി ഏകാദശിയോടനുബന്ധിച്ച് പല പരിപാടികളും വെച്ചപ്പോൾ എന്തിനാ ഒരു പ്രഭാഷണം വെച്ച്? ഏകാദശിയൊക്കെ നോൽക്കാറുണ്ട്. പലരും പലതരത്തിലാണ് ഏകാദശി നോൽക്കാറ്. എല്ലാവർക്കും സംശയങ്ങളാ. കാരണം ഹൈന്ദവന് ഒരുപാട് ആചാര്യന്മാരുണ്ട്. പലരും പലതാ പറയാ. പല ഗ്രന്ഥങ്ങളിലൂടെ പോകുന്നവരാ, പല ദേവതകളാ, പല ഇഷ്ടമൂർത്തികളാ. അപ്പൊ ഒരുപാട് വിളികൾ വരും. ഇവിടെ നിന്ന് വിളിച്ചപ്പോഴും ഏകാദശിയല്ലേ, അതിനെക്കുറിച്ചൊന്ന് പറയണം, അത് തന്നെയാ പറഞ്ഞിരിക്കുന്ന വിഷയം. എങ്കിലും അതിനു മുമ്പായിട്ട് നമ്മളൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും നടക്കുന്നവരുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ മാതൃസമിതികളുടെ ഒരു കാലഘട്ടം. ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി ഇതുപോലെ കൊച്ചു പ്രഭാഷണങ്ങൾ കൊടുത്ത് ഒരു മാതൃസമിതി ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങോട് പോരും. പിന്നീട് വിളി വരും, ടീച്ചറെ ഞങ്ങളുടെ മാതൃസമിതി ഒരുപാട് വളർന്നു, ഇപ്പൊ ഗുരുവായൂർ വരെ ഞങ്ങള് തിരുവാതിര കളിച്ചു. അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. നമ്മുടെ ക്ഷേത്രത്തിനുണ്ടാവും ഒരു മാതൃസമിതി, വലിയ ഒരു സേവകര്, കമ്മിറ്റിക്കാരെന്ന് പറയാൻ പറ്റില്ല, ശരിക്കും അവര് ക്ഷേത്ര ഉപാസകരാ. കാരണം നമ്മള് തന്ത്രിയുടെ പ്രതിഷ്ഠാമൂർത്തിയുടെ പിതാവാണ് തന്ത്രി എന്നാ പറയാ. വർഷത്തിലൊരിക്കൽ ഇവിടെ വരുമല്ലോ ഇനിയിപ്പൊ നാളെ. പിന്നെ മേൽശാന്തിയുടെ പ്രതിഷ്ഠാമൂർത്തിയുടെ മാതാവാ. നമുക്ക് അമ്മയിലെ കുളിപ്പിച്ചൊരുക്കി ഭക്ഷണമൊക്കെ തരിക, ശാന്തിക്കാരനെ അത് ചെയ്യാം. അതുപോലെ നോക്കുമ്പോൾ കൗണ്ടറിൽ ഒരാളുണ്ട്. ഇവർക്കെല്ലാം ശമ്പളം ഉണ്ട്. പക്ഷേ ഈ ക്ഷേത്ര ഉപാസകർ എന്ന് പറഞ്ഞ ആ കമ്മിറ്റിക്കാരോട് ചോദിച്ചു കൊണ്ടു, നിങ്ങൾ ഇത്രയും വർക്ക് ചെയ്യുന്നില്ലേ, എന്തെങ്കിലും കിട്ടാറുണ്ടോ? അവർക്കൊന്നും കിട്ടുന്നില്ല. അവരുടെ സേവനം, അതുകൊണ്ടാണ് അവരെ കമ്മിറ്റി എന്ന് പറയുന്നത്. ശരിക്കും കമ്മി പറയുന്നോണ്ടാ തോന്നുന്നു അങ്ങനെ വിളിക്കണേ. ക്ഷേത്ര ഉപാസകരാണ് അവര്. ഇങ്ങനെ ഒരു കൂട്ടം ക്ഷേത്ര ഉപാസകരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ക്ഷേത്രം ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടാവുക. അതിനു പിറകെ ശക്തിയായി ഒരു മാതൃസമിതിയും ഉണ്ടായിരിക്കും. ഒരു മാതൃസമിതി അങ്ങോട്ട് കരുതിയ ഇവിടെ നിങ്ങൾക്ക് മാസാമാസം ഉത്സവം ഇതുപോലെ കൊണ്ടാടാം. എന്ത് ഉത്സവ? ഏകാദശി വിളക്കുത്സവമല്ല, എല്ലാ മാസവും ഉണ്ട് 2 ഏകാദശി. ഏത് ഏകാദശിയാണ് നോൽക്കേണ്ടത്? അത് വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. കാരണം
ആദ്യമായിട്ട് കുറേ വർഷമായി തോന്നുന്നു ഇവിടെ പ്രഭാഷണം ഉണ്ടായിട്ട്, ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. കാരണം അവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ എന്ത് പറഞ്ഞു എന്ന് ചിന്തിക്കണ്ട. കാരണം പറയാൻ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് നമ്മുടെ ഹൈന്ദവന്റെ സനാതന ധർമ്മം എന്ന് പറയുന്ന ആ ഹൈന്ദവ മതത്തിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ. ഹൈന്ദവനായി ഞാൻ ജനിച്ചു. പലർക്കും അതിൽ തന്നെ ദുഃഖമാണ്, നമുക്കൊന്നുമില്ല, നമുക്ക് ഒരു ദൈവമല്ല, ഒരുപാട് ഗ്രന്ഥങ്ങളാന്നൊക്കെ പരാതികൾ പറയാറുണ്ട്. ഈ പരാതി പറയല് പണ്ട് ഉണ്ടത്രേ. കൃഷ്ണനോട് അർജുനൻ പരാതി പറഞ്ഞില്ലേ, ഗാണ്ഡീവം ശ്രംസദേ ഹസ്താൽ, ഹേ കൃഷ്ണ ദേ ഗാണ്ഡീവം പോണു കേട്ടോ, എൻ്റെ കൈയൊക്കെ വിറച്ചിട്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ. ശരിക്കും ആരാ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ കൃഷ്ണനാണോ? കൃഷ്ണനെ അവിടെ പോയി ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടു വന്നതാ. ഭഗവാനെ ഒരു സൂചി കുത്താൻ ഇടം തരില്ല എന്ന് പറഞ്ഞു കേട്ടോ കൗരവര്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന്. അപ്പൊ എന്ത് പറഞ്ഞു ഭഗവാൻ? നമുക്ക് പൊട്ടിക്കാം മക്കളെ എന്ന് പറഞ്ഞില്ലേ. എന്നിട്ടല്ലേ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നത്. ഇപ്പോഴത്തെ ഹരിയാന. ഇപ്പോഴും അവിടെ പോയാൽ കാണാം ഭീഷ്മാർക്കുണ്ട്. ഭീഷ്മ പിതാമഹൻ വീണ് കിടന്ന് വിഷ്ണു സഹസ്രനാമം ജപിച്ച് തന്ന ആ സ്ഥലമൊക്കെ നമുക്ക് കാണാം. 64 കിലോമീറ്റർ വീതിയും നീളവുമുള്ള ആ കുരുക്ഷേത്ര ഭൂമി ഇപ്പോഴും നമ്മുടെ ഭാരതത്തിൽ കാണാം, നമുക്ക് സന്ദർശിക്കാം. ഇങ്ങനെ ഭഗവാനോട് അവിടെ തുടങ്ങിയ പരാതി പറച്ചില്ല. ഇപ്പോഴും ഹൈന്ദവൻ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റൊരു കാര്യം, എല്ലാവരും മറ്റുള്ളവർ ചെയ്യാത്തതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും. അവനവൻ അങ്ങോട്ട് ചെയ്യുക, അവനവൻ അങ്ങോട്ട് നന്നാവുക. അപ്പൊ ആദ്യം ആരാ ചെയ്യേണ്ടത്? ഇവിടെ കമ്മിറ്റിക്കാർ ചെയ്തു തുടങ്ങുക, കൂട്ടത്തിൽ മാതൃസമിതിക്കാർ അവരെ കുട്ടികളെയൊക്കെ വിളിച്ചു വന്നിട്ട്. കാരണം എന്താണോ, നമ്മുടെ ജീവിതം ഒരു ജന്മം മനുഷ്യനായി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയത്നിക്കുന്നത് എന്തിനാ? ജോലി ചെയ്യാം, ഇതെൻ്റെ കടമയാണ്, ഇതാണ് എൻ്റെ ധർമ്മം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജോലി ചെയ്ത് കുടുംബം പോറ്റിക്കൊണ്ടിരിക്കും. ആത്മീയമായ സംസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കില്ല. പക്ഷെ ഈ ജന്മം കിട്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ശരിക്കും ഇങ്ങനെ വെച്ചുകൊണ്ട് കിടന്നുറങ്ങാനല്ല. അതെന്താണെന്നറിയോ? പുരുഷാർത്ഥങ്ങൾ നേടണം എന്ന് ഗ്രന്ഥത്തിൽ പറയും. അതെന്താന്ന് ചോദിച്ചാൽ ധർമാർത്ഥ കാമ മോക്ഷം. നമ്മൾ മനുഷ്യര് സാധാരണക്കാരെല്ലാവരും ധർമ്മവും അർത്ഥവും കാമവും ഇത്രയും 3 കാര്യങ്ങൾ നേടും. മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കില്ല. ഈ മോക്ഷം എന്ന കാര്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യണം. അതായത് ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ ഈശ്വര ഭജനം ഉണ്ടായിരിക്കണം. അതിനുള്ള ഒരു വഴിയാണ് ഈ ക്ഷേത്ര സങ്കല്പം. ഇപ്പൊ വീട് മാത്രമേ ഉള്ളൂ, നമ്മുടെ വീടിൻ്റെ അടുത്ത് അമ്പലമൊന്നും ഇല്ല എങ്കിൽ നമുക്ക് അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആചാര്യസ്വാമി പറഞ്ഞിരിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നീ നിന്റെ ഇഷ്ടദേവത ഏത് മൂർത്തിയായാലും വേണ്ടില്ല ഏതെങ്കിലും ഒരമ്പലം സന്ദർശിക്കണം. അപ്പൊ ഏറ്റവും അടുത്തുള്ള അമ്പലം. കാരണം എന്താണോ, നമ്മള് വിളിച്ചു കഴിഞ്ഞാല് വിളിപ്പുറത്ത് ഏറ്റവും ആദ്യം വരിക നമ്മുടെ ഏറ്റവും അടുത്തുള്ള ദേവരാണത്രേ. അതുകൊണ്ട് ഇത് ആരുടെ ബാധ്യത? അപ്പൊ ഗുരുവായൂരപ്പനെ നന്നാക്കണമെങ്കിൽ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, വരവുണ്ട്. നമ്മൾ ചെന്നില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല, പോണ്ടെന്നല്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്തുള്ള അമ്പലത്തേക്ക് ഇത്ര ദൂരത്തുനിന്നൊന്നും ആരും വരില്ല. ഇത് നമ്മുടെ കടമയാണ് ഈ ക്ഷേത്രത്തിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ഇതിപ്പോ നിങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഇത്രയൊക്കെ ആയല്ലോ, നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടായല്ലോ. അതിനും അപ്പുറം നിങ്ങൾ ഏകാദശിയൊക്കെ നോൽക്കാറുണ്ട്, പ്രഭാഷണം കേൾക്കുക, സഹസ്രനാമം ചൊല്ല്, ഗ്രന്ഥം വായിക്കുക, ഒന്നും ചെയ്യാതെ ഭക്ഷണം മാറ്റിയിട്ട് യാതൊരു വിധ കാര്യവും ഇല്ല. അപ്പൊ പിന്നെ എന്താ ടീച്ചറെ ഇനി ചെയ്യണ്ടേ എന്നുള്ളതാവും. നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിച്ചു തുടങ്ങി. ആ ശ്രീലകത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അങ്ങോട്ട് നോക്കിക്കഴിയുമ്പോലെ ഗുരുവായൂരെത്തിയ അതേ ഒരു പ്രതീതി കിട്ടിയില്ലേ? ഭഗവാൻ ഇങ്ങനെ അലങ്കരിച്ച് നിറമാലയൊക്കെ ആയിട്ട് വന്നങ്ങോട്ട് തൊഴുമ്പോൾ തന്നെ വല്ലാത്തൊരു സുഖ. ഇവിടെ സപ്താഹം നടക്കുമ്പോഴൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, വന്ന് തൊഴുത് കുറച്ചു നേരം കേട്ട് ഭക്ഷണം കഴിച്ച് പോവാറുണ്ട്. ഇവിടെ നരസിംഹമൂർത്തിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരാറില്ലേ രുക്മിണി സ്വയംവരമൊക്കെ, ഘോഷയാത്ര, അതിൻ്റെയൊക്കെ കൂടെ ഞാൻ വരാറുണ്ട്. അന്നൊന്നും ഈ ഭാഗത്തൊന്നും അത്ര കൂടുതൽ പ്രഭാഷണങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നരസിംഹമൂർത്തിയുടെ മുന്നിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ 3 തവണ പ്രഭാഷണം കൊടുത്തിട്ടുണ്ട്. അവിടുന്നാണ് പിന്നെ ഭഗവൻദാസ് സാറ് വിളിച്ചിട്ടും മറ്റുമായിട്ട് ഒരുപാട് അമ്പലങ്ങളിലൂടെ പോയത്. ഏതായാലും വീണ്ടും നമ്മുടെ നാട്ടിൽ തന്നെ എത്തി, അതിലൊരു സന്തോഷം. എന്തിനാണ് ഈ സത്സംഗം ഉണ്ടാവുന്നത്? ഇപ്പോൾ കളർഫുൾ ഒരു ഡാൻസ് ഒക്കെ ആയിരുന്നില്ലേ? സത്തുക്കളുമായി സംഘം ഉണ്ടാവുക.
അതിലും അപ്പുറം ഭഗവാൻ പറയുന്നുണ്ട് ജ്ഞാനം ഉണ്ടാകണം. ഭാഗവതം പറയുന്നു ഭക്തി ജ്ഞാന വൈരാഗ്യം ഉണ്ടാവണം. ഭക്തി ഉള്ള ഒരു മനുഷ്യനെ ജ്ഞാനം അറിവ് ഉണ്ടാവും. ഈ അറിവ് ഉണ്ടാവാൻ എന്താ കൃഷ്ണ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ള വ്യക്തിക്ക് എന്ത് കിട്ടുന്നു? അറിവ് കിട്ടുന്നു. അറിവ് കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിന് ആഗ്രഹം വേണം. ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അറിവ് കിട്ടൂ. അപ്പൊ ഇതിൽ ആഗ്രഹം ഉണ്ടാവാൻ എന്താ ചെയ്യുക കൃഷ്ണ? അപ്പൊ പറയാണ് ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവത് കൃപ ഉള്ള ഒരു വ്യക്തിക്കാണത്രേ ആത്മീയമായ ഇത്തിരി അറിവ് കിട്ടണം, അല്ലെങ്കിൽ അത് അറിയണം എന്ന് തോന്നും. ഇപ്പൊ നോട്ടീസിൽ കണ്ടു പ്രഭാഷണം ഉണ്ട്, 7 മണിക്ക് ഇവിടെ എത്തണം. എത്ര പേരാ ആഗ്രഹിച്ച് ഓട്ടം തുള്ളലാകുമ്പോഴേക്കും ഇനി ഒരുപാട് പേര് വരുന്നുണ്ടാവും. ആഗ്രഹിച്ചവരെ ഇവിടെ ഇരുത്തും. അതിനും അപ്പുറം ഭഗവാൻ തീരുമാനിക്കുത്രേ ആ ശ്രീലകത്ത് ഇരുന്നിട്ട് ഇന്ന് രാവിലെ വന്ന് തൊഴുമ്പോൾ ഞാൻ വരും എന്ന് ഉറപ്പിച്ച് ചിലർക്കൊന്നും വരാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഒരു സത്സംഗം, ഒരു ജ്ഞാനയജ്ഞം, പണ്ട് നടന്നിരുന്ന അശ്വമേധ യാഗങ്ങൾ, കൊടും തപസ്, അതിനൊക്കെ തുല്യമാണത്രേ ഈ കലിയുഗത്തിൽ നടക്കുന്ന ഈ ജ്ഞാനയജ്ഞം. എത്രയോ ജന്മങ്ങളുടെ സുഹൃതത്തിന് ശേഷമാണ് നമുക്ക് ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു ജ്ഞാനയജ്ഞം നമ്മളുടെ ചെവിയിൽ വന്ന് വീഴുക. അതിനുവേണ്ടി ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിച്ചു തുടങ്ങി. കാരണം ഭഗവാൻ ഒരിക്കലും ശ്രീലകത്തുനിന്ന് വന്നിട്ട് നമുക്ക് കഥയൊന്നും പറഞ്ഞു തരില്ല. നമുക്ക് ആചാര്യന്മാര് തന്നെ വേണം. അതുകൊണ്ടാണ് ക്ഷേത്രം ഉന്നതിയിൽ എത്തണമെങ്കിൽ 5 കാര്യങ്ങൾ വേണം എന്ന് പറയുന്നത്. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? അന്നദാനം ഉണ്ടോ എന്നാ പോയി നോക്കാം, അതല്ലേ നമ്മുടെ വിചാരം. ക്ഷേത്രത്തിന് അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് ആചാര്യന. ആചാര്യ തപസാംനായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രാഭിവൃദ്ധി പഞ്ചത. 5 കാര്യങ്ങൾ. അവസാനമാണ് എന്ത്? ഉത്സവവും അന്നദാനവും ഒക്കെ. നമ്മളതൊക്കെ നടത്തുന്നുണ്ട് അല്ലേ? ആദ്യം വേണ്ടത് ആചാര്യന. കാരണം ആചാര്യൻ മുന്നിൽ വന്നാൽ ഭഗവാനാണത്രേ സംസാരിക്കുന്നത്. ജ്ഞാനി ത്വൽമൈവ മേ മതം എന്ന് ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ജ്ഞാനി ആരാണ്? ഞാൻ തന്നെയാണ് ഉദ്ധവ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഭഗവാൻ നിങ്ങളെ ഒരു പ്രഭാഷണത്തിലൂടെ അനുഗ്രഹിക്കാൻ പോവുക. അപ്പൊ ഇനി ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഏത് ദേവനെയാണ് ഞാൻ ജപിക്കണ്ടേ? ഏത് ദേവനെയാണ് ഇഷ്ടമൂർത്തിയായി വെക്കണ്ടേ? നമുക്ക് ചെറുപ്പം മുതൽ പല ക്ഷേത്രങ്ങളിലും അമ്മ കൈപിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഏത് കീർത്തനത്തിനോടാണോ ഏറ്റവും ഇഷ്ടം തോന്നുന്നത്? ഇപ്പോൾ ഇവിടെ കൃഷ്ണന്റെ കീർത്തനം അങ്ങനെ കേട്ടു, നിങ്ങളെല്ലാം ലയിച്ചിരുന്നില്ലേ? കൃഷ്ണനേക്കാൾ വലിയ ഒരു ഇഷ്ടമൂർത്തി അധികമൊന്നും കാണില്ല. ചിലർക്കൊക്കെ ഭഗവതിയോട്, സുബ്രഹ്മണ്യനോട്, അയ്യപ്പസ്വാമിയോട് എന്ന് പറയുമെങ്കിലും അത് ചിലർക്ക് സീസണൽ ഭക്തിയാണ്. ഈ സമയം വന്നാൽ പിന്നെ ഒരു സ്വാമി അയ്യപ്പൻ, അത് കഴിഞ്ഞ് മാല ഊരിയാലോ പിന്നൊക്കെ കഴിഞ്ഞൂല്ലേ? മാലകളിട്ട തീപ്പെട്ടി സ്വാമി എന്നാ വിളിക്കുക. എല്ലാതും സ്വാമി. അതണ്ട് ഊരിക്കഴിഞ്ഞാൽ എല്ലാ സ്വാമിയും പോയി. സീസണൽ ഭക്തിയാ ഹൈന്ദവന്. അങ്ങനെയല്ല. ഭക്തി ദിവസം പ്രതി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അതിനെന്ത് ചെയ്യണം? സത്സംഗം വേണം. സത്സംഗം എന്ന് പറഞ്ഞാൽ സത്തുക്കളുമായി, അതായത് ഇതുപോലെ ഈശ്വര കഥകൾ കേൾക്കുക. കാരണം ഈശ്വര കഥകൾ കേൾക്കുന്നവന് ഭഗവാൻ അങ്ങോട്ട് ഉയർത്തും. പിന്നീട് അവന് പുനർജന്മം ഇല്ല. ഈ കഥ എന്തിനാ കിട്ടിയത്? മറ്റുള്ളവരുടെ കുറ്റം അങ്ങനെ കേൾക്കുമ്പോൾ എന്താ സുഖം? അതിനല്ല എന്ന് പറയാ ഭഗവാൻ. ഭഗവാന്റെ കീർത്തനങ്ങൾ, ഭഗവാന്റെ കഥകൾ അങ്ങനെ കേൾക്കാനാ ഈ ചെവി തന്നിരിക്കുന്നത്. ഓരോ അവയവങ്ങളെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് ഒന്ന് നമസ്കരിക്കാൻ തോന്നിയില്ലെങ്കിൽ അത് വലിയ നഷ്ടം. ഭഗവാന്റെ തിരുമുമ്പിൽ വന്നിട്ട് ആ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തൊഴുത് അങ്ങനെ നിൽക്കും നമ്മള്. അപ്പോ തൊഴുത് നമസ്കരിക്കുമ്പോ അഹം ബ്രഹ്മാസ്മി എന്ന ആ വേദമന്ത്രത്തിനോട് തുല്യമാണ് അപ്പോഴത്തെ നമ്മുടെ ഭാവം. എന്താ? അഹം ബ്രഹ്മാസ്മി, ഞാനും ബ്രഹ്മമാകുന്നു. ഹേ കൃഷ്ണ, ആ ശ്രീലകത്തുള്ള അങ്ങും ഞാനും ഒന്നാകുന്നു എന്നാണ് ആ സമർപ്പണം, ആ പ്രദക്ഷിണം കഴിഞ്ഞ നമസ്കാരം. എന്നിട്ട് ആ കുറി ഇങ്ങോട്ട് വാങ്ങിയിട്ടൊരു പൂശലില്ലേ? അതെന്താ പറയുന്നേ? നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ സുഖിപ്പിക്കുക. ഇനി ഏകാദശി എന്ന് പറഞ്ഞാലോ ഏകം ദശം, 10 എന്നാണ് ദശം എന്ന് പറഞ്ഞ, ഏകം എന്ന് പറഞ്ഞാൽ 1. നമ്മുടെ ചാന്ദ്രമാസ കലണ്ടർ പ്രകാരം നമുക്ക് തിഥികളുണ്ട്. അതായത് കുട്ടിയാകുമ്പോൾ അമ്മ നാമം ചൊല്ലാൻ ഇരുത്തും. അത് കഴിഞ്ഞാൽ പറയും പ്രഥമ, ദ്വിതീയ, തൃതീയ, അങ്ങനെ പക്കം ചൊല്ലു, 14 പക്കം 15 എന്ന് ചൊല്ലിത്തരും.
അങ്ങനെ ചൊല്ലുന്ന സമയത്ത് മനസ്സിലായിരുന്നില്ല എന്താ ഈ ചൊല്ലുന്നതെന്ന്. പക്ഷെ പിന്നീടാണ് വളർന്നപ്പോൾ അമ്മ ഏകാദശി, ഗുരുവായൂർ ഏകാദശിയൊക്കെ കേമായിട്ട് ഏകാദശിക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഭാഗവതം, അന്നൊക്കെ ഊട്ടുവരെ ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഭാഗവതം വായിക്കുന്നുണ്ടാവും. അതൊക്കെ കേട്ടങ്ങനെ ഇരിക്കും. ദശമൊക്കെ കഴിഞ്ഞാൽ അവിടെ തന്നെ ഊട്ടുവരെയാണ്, ഭക്ഷണവും തരും, ക്യൂ ഒന്നും നിൽക്കേണ്ടിയിരുന്നില്ല. അത്രയും സൗഭാഗ്യം കിട്ടിയ ഒരു കാലഘട്ടമുണ്ട്. ഈ ഏകാദശി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി സമയം ഉണ്ടാവുകയാണെങ്കിൽ ലാസ്റ്റ് കുറച്ചും കൂടിയും അടിസ്ഥാന കാര്യങ്ങൾ പറയാം കേട്ടോ. ഇന്ന് പറയാൻ തന്ന വിഷയം ഏകാദശി. ഏകാദശി എന്ന് പറയുമ്പോൾ 11ാമത്തെ പക്കം, 11ാമത്തെ ദിവസം. പ്രഥമ ദ്വിതീയ എന്നുമ്പോൾ ദശമി, ഇന്ന് ദശമി വിളക്ക്, ദശമിയ 10ാം ദിവസം. സംസ്കൃത വാക്കുകളാണേ ഉള്ളൂ. പ്രഥമ 1, ദ്വിതീയ 2, അങ്ങനെ മനസ്സിലാക്കുക. ഇനി 10ാം ദിവസമായ ഇന്ന് വൈകുന്നേരം ഒരിക്കൽ ഉണ്ണണം, അതായത് ഭക്ഷണം ലഘൂകരിക്കുക. അതാണ് ഉദ്ദേശം. ഓരോ വ്രതങ്ങളും നോമ്പുകളും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കും. അതെന്തിനാ? എന്നിങ്ങനെ അടിച്ചു മിന്നിക്കഴിഞ്ഞാലേ എല്ലാത്തിനും ബന്ധുണ്ടല്ലേ, അവധിയുണ്ട് നമുക്ക് ജോലിക്ക്. നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു അവധി വേണ്ടേ? കുടലിനെ ശുദ്ധീകരിക്കാനാണ് വ്രതങ്ങൾ. ഹൈന്ദവന്റെ എല്ലാ ആചാരങ്ങളും സയൻസാണ്. ഈ സയൻസിനോട് ചേർത്ത് വെച്ച് വേണം നമ്മൾ എന്ത് മനസ്സിലാക്കാൻ? നമ്മളുടെ ഓരോ ആചാരങ്ങളും. ഹൈന്ദവൻ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പിടി ആചാരങ്ങളുടെ മുകളിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ശുദ്ധാത്മാക്കളാണ്. എന്താ അവൻ്റെ ആചാരം? ആചാരപ്രഭവോ ധർമ്മ എന്നാ ഭഗവാൻ പറയുന്നത്. ആചാരത്തിൽ നിന്നാണ് ധർമ്മം തന്നെ ഉത്ഭവിക്കുന്നത്. ധർമ്മത്തിലൂടെ ധർമാധിഷ്ഠിതമായി നമ്മൾ ജീവിക്കണം, ഗ്രന്ഥങ്ങൾ പറയുന്നു. അങ്ങനെ ആകുമ്പോൾ ഈ പ്രഥമ ദ്വിതീയ ചൊല്ലി 10 ദശമി ഇന്ന് നമ്മൾ ഒരിക്കലും ഉണ്ണുന്നു. നാളെ എന്ത് ചെയ്യാം? ഇവിടെയാണ് എല്ലാവർക്കും സംശയം. ഏകാദശി എന്നാൽ എന്ത് ഭക്ഷണം കഴിക്കണം? ഭക്ഷണം മാറ്റലാണോ ഏകാദശി? അപ്പോൾ എല്ലാവരും പറയാം, ടീച്ചറെ അരി വേണ്ട, ഗോതമ്പ് മതിയെന്നില്ലേ? നോർത്ത് ഇന്ത്യൻസ് ഒന്നും അരി കഴിക്കുന്നില്ല, ഗോതമ്പാ. അപ്പോൾ അവർക്ക് എന്നും ഏകാദശിയല്ലേ? അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തിരുമേനിയോട് അവിടെ ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പം നാളെ കഴിക്കേണ്ട, ഏകാദശിയല്ലേ? അപ്പോൾ തിരുമേനി പറയുന്നുണ്ട്, പഴോ പാലോ ഒക്കെ കഴിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ ചെന്ന് എന്താ ചോദിക്കണേ, എന്താ കഴിക്കേണ്ടതെന്നാ ചോദിക്കണേ, അല്ലാതെ എങ്ങനെ ഏകാദശി എടുക്കണം എന്നല്ല ചോദിച്ചത്. ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുക. ഏകാദശി എന്ന് പറയുമ്പോൾ 11. എന്താണ് ഈ 11? അതാദ്യം മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തിനെ, നമ്മുടെ ശരീരത്തിനെ തളച്ചിടുന്ന 10 കാര്യങ്ങളുണ്ട്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. ഏതൊക്കെയാ അതാദ്യം മനസ്സിലാക്കുക. നമ്മുടെ മുഖത്ത് തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അതായത് അറിവ് തരുന്ന ഇന്ദ്രിയങ്ങൾ. അതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. എന്തൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇതൊക്കെ നമ്മുടെ മുഖത്ത് പോകുമ്പോൾ ത്വക്ക് ശരീരാസകലുണ്ട് എന്ന് മാത്രം. കണ്ണിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും കാണും. ഇപ്പോൾ വീട്ടിലായിരുന്നു ഇന്ന് എങ്കിൽ നിങ്ങൾ എന്താ കണ്ടുകൊണ്ടിരിക്കുക? ആ ടി വിയിലേക്ക് അങ്ങനെ നോക്കൂലേ? എന്തൊക്കെയാ അല്ലേ, ചന്ദനമഴയൊക്കെ അങ്ങനെ പെയ്ത് ഇറങ്ങുമായിരുന്നു. ആകെ കൂടെ പോരും കുരുട്ടും, അല്ലാതെ എന്തെങ്കിലും ഈ സീരിയലിലുണ്ടോ? ഒന്നുമില്ല. എന്നിട്ട് അത് കണ്ട് ചിലവരിന്ന് കരയുകയൊക്കെ ചെയ്യും. നമ്മുടെ ശരീരത്തിനെ നമ്മൾ അങ്ങനെ വേദനിപ്പിക്കും. ശരിക്കും നമ്മുടെ വിഷമം ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരമല്ല, മനസ്സാ. ശരീരത്തിന് അങ്ങനെയൊന്നുമില്ല. ശരീരം മൃഗങ്ങൾ കണ്ടില്ലേ അങ്ങനെ നടക്കണവർ വല്ല ദുഃഖമുണ്ടോ? പക്ഷെ നമ്മുടെ ഉള്ളിലൊരു മനസ്സ്, വിവേകം ഉള്ളൊരു മനസ്സുണ്ട്. അതാണ് നമ്മളുടെ ദുഃഖമൊക്കെ ഉണ്ടാക്കുന്നത്, ചിന്തകളാണ്. ഇങ്ങനെ കണ്ണിനെ സുഖിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വിഷമായിരിക്കും. നേരെ മറിച്ച് അമ്പലത്തേക്ക് വന്നു, സുഖമായില്ലേ, ഇപ്പൊ സമാധാനമായിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ കേട്ടിരുന്നില്ലേ, വീട്ടിലെ കാര്യമൊന്നും ഓർത്തില്ലാലോ. ഇനി കണ്ണ് കഴിഞ്ഞാല് മൂക്ക്, നല്ല മണം, പുറകില് നല്ല പൂക്കളുടെ മണം പിടിക്കാൻ വേണ്ടി വണ്ട് പോവും. വണ്ട് താമരയുടെ ഉള്ളിൽ കുടുങ്ങിയിട്ട് അതിന് പുറത്ത് പോകാൻ പറ്റാതെ ചത്തുപോകും. അതായത് മണത്തിന് പുറകെ, നല്ല മണം ഉള്ള സ്വാദിഷ്ടമായ ഭക്ഷണത്തിനൊക്കെ പുറകെ പോവില്ലേ, അതാണ് നാക്ക് എന്ന് പറഞ്ഞത്. ഇനി ചെവി, നല്ല പാട്ടുകൾ അല്ലേ, തട്ടുപൊളിപ്പം പാട്ടുകളൊക്കെ കേൾക്കും. അങ്ങനത്തെ പാട്ടും വെച്ച് പോയാലോ വണ്ടി മുട്ടും. അപ്പോഴാണ് ആലോചിക്കുക ഒരു മുട്ട ഇറക്കണം എന്ന്. അങ്ങനെയാണ് പാട്ടിൻ്റെ അവസ്ഥ. കാരണം പാട്ടിൻ്റെ അതൊക്കെ ചെവിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ചിന്തയൊന്നുമില്ല, ആരും ഓണടിക്കുന്നതും ഒന്നും കേൾക്കില്ല, അത് അപകടത്തിലേക്ക് എത്തിക്കും. ഈ നമ്മളുടെ ത്വക്ക്, സ്പർശസുഖം, ഇതൊക്കെ വിശദമായിട്ട് പറയാനുള്ള കാര്യങ്ങളാട്ടോ. 24 ഗുരുക്കന്മാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. സ്പർശസുഖം എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ സുഖിപ്പിക്കാൻ വേണ്ടി സുന്ദരികളുടെ പിറകെ പോയി കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഈയാൻ പാറ്റ വിളക്കിൽ വീണ് ചത്തു പോകുന്നില്ലേ, അതേ അവസ്ഥയാവും എന്ന് പറയാ. ഇന്ന് പത്രത്തിൽ വായിച്ചിരുന്നു, ഏട്ടൻ ഇരുന്നിട്ട് 76 വ്യക്തികൾക്ക് എയ്ഡ്സ് സ്ഥിരീകരിച്ചു. അപ്പം അതൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും എന്ന് മനസ്സിലാക്കുക. ഇതാണ് നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. അതിൻ്റെ പിറകെ പോവാതെ ഏകാദശിയുടെ ദിവസത്തിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നിയന്ത്രിച്ച് നിർത്തും. ഇതിൻ്റെ ഒന്നും പിറകെ പോവില്ലല്ലോ. അന്ന് നമ്മൾ കീർത്തനങ്ങൾ മാത്രമേ കേൾക്കൂ, കണ്ണുകൊണ്ട് ഭഗവാന്റെ രൂപങ്ങളെ കാണൂ, അല്ലെങ്കിൽ ഇവിടെ വന്ന് നല്ല കാര്യങ്ങളെ കേൾക്കുക. ഒന്നുമില്ലെങ്കിൽ കുട്ടി ഒരു കൃഷ്ണന്റെ പാട്ട് വെച്ചൊരു ഡാൻസ് കളിക്കൂലേ, അല്ലെങ്കിൽ ഓട്ടം തുള്ളലിലും വരുന്നത് പുരാണങ്ങളിലെ കഥകളാണ്. ഇനി അതും കഴിഞ്ഞാലോ നമ്മൾ നല്ല മണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള മണം എന്താണെന്ന് അറിയാലോ, അങ്ങോട്ട് നിന്നും പിറകെ ഏകാദശിക്ക് പോവില്ല. കാരണം അന്ന് വല്ലാതെ രുചിയൊന്നും പാടില്ല എന്ന് അമ്മ ഇങ്ങോട്ട് പറയും. എരിവും പുളിയൊന്നും കൂട്ടരുത്, അങ്ങനെ വിശപ്പടക്കാനുള്ള ഭക്ഷണമേ കഴിക്കാവൂ. ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളെ നമ്മൾ ഒതുക്കി നിർത്തുക, നിയന്ത്രണത്തിൽ നിർത്തുക. ഇനി 5 കർമ്മേന്ദ്രിയങ്ങളോ? കയ്യ്, കാല്, വാക്ക്, പായു, ഉപസ്ഥം. ഇതാണ് അത്. നമ്മളുടെ കയ്യും കാലും കർമ്മേന്ദ്രിയങ്ങളാണ്. പിന്നെ നമ്മുടെ നാവ് എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മളുടെ വിസർജന അവയവങ്ങൾ. ഇവിടെ ഈ കർമ്മേന്ദ്രിയങ്ങൾക്കും അന്ന് നമ്മൾ അവധി കൊടുക്കും. കാരണം അന്ന് വ്രതാണെന്ന് ഗുരുവായൂർ ഏകാദശിയാണ്, ഞാനൊരു ലീവ് എടുക്കുക. അമ്പലത്തിൽ എന്തെല്ലാം പരിപാടികളുണ്ട്, അതിൻ്റെ പിറകെ പോവാം. ഈ കർമ്മേന്ദ്രിയങ്ങളെ സൽക്കർമ്മങ്ങളിലേക്ക് തിരിക്കാം. സാധാരണ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു? രാവിലെ നേരത്തെ കുളിച്ച് അമ്പലത്തിലേക്ക് വരും. ഇപ്പോൾ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായോ? മറ്റുള്ള കർമ്മങ്ങളുടെ പിറകെ, നമ്മളുടെ ധർമ്മം അല്ലെങ്കിൽ കടമയായ കർമ്മങ്ങളുടെ പിറകെ പോവാതെ അന്ന് ഈശ്വരീയമായ കർമ്മങ്ങളിലൂടെ പോകുക. അതാണ് കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. അപ്പം എന്താ പിന്നെ 11 എന്ന് പറയുന്നത് ഏകാദശി. അതാണ് ഈ 5ഉം 5ഉം 10നോടൊപ്പം ഒരാളും കൂടി നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതൊക്കെ തീരുമാനം എടുക്കുന്നത് ആരാ? മനസ്സാണ്. ഈ മനസ്സ് തന്നെയാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. ജീവൻ എന്ന് പറയുമ്പോൾ മായയ്ക്ക് അധീനനാണ്, ആത്മാവ് എന്ന് പറഞ്ഞാൽ മായാതീതനാണ്. ഇത്രേ വ്യത്യാസമുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ 11ാമനായ ആ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2 എണ്ണത്തിനെയും കൂടി നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഈ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഇപ്പം ഏകാദശി ഒരിക്കലുണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോൾ വീട്ടിൽ ചോറുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് കഴിക്കണ്ടെന്ന് ഉറപ്പായില്ലേ? ലഘുഭക്ഷണം കഴിക്കുക. കാരണം വയറ് നിറയെ കഴിച്ച 2 കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അങ്ങോട്ട് കിടന്നുറങ്ങും. പകലുറക്കം ഏകാദശി നോമ്പെടുത്താൽ പാടില്ല അത്ര. മറ്റൊന്ന്, ഒട്ടും കഴിച്ചില്ലെങ്കിലോ അപ്പോഴും നമുക്ക് ഗ്രന്ഥം എടുത്തു വെച്ചാൽ ഉറക്കം തൂങ്ങും. അതുകൊണ്ടാണ് പലരും നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാന്നുള്ളിടത്തേക്ക് എത്തിയത്. ഇങ്ങനെ ഏകാദശി എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നാളെ രാവിലെയായി, ഏകാദശിയുടെ അന്ന് രാവിലെ എപ്പം നീക്കണം? അപ്പോൾ പറയും നേരത്തെ നീക്കാൻ വയ്യ, നല്ല തണുപ്പാണ്. അതൊക്കെ ശരി, സമ്മതിച്ചു. പക്ഷേ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ തന്നെ നമ്മൾ സൂര്യൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഉണർന്നിട്ടുണ്ടാവണം എന്നാണ്. ഗംഗയെ ഉണർത്തി കുളിക്കണം. അപ്പോൾ ഗംഗേനെ അങ്ങോട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ട് കുളിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലുള്ള എല്ലാ തീർത്ഥങ്ങളും ഗംഗ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഗംഗേ ജയമുനേ ചെയ്വ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. ഇതൊന്നും അറിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? രാവിലെ നീട്ട ഈ മാലിന്യങ്ങളല്ലേ 9 തുളകളിൽ നിന്നും വരുന്ന ടാപ്പ് തുറക്കുമ്പോൾ ഗംഗാദേവി അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണേന്ന് മാത്രം പ്രാർത്ഥിച്ച ഗംഗാദേവി അവിടെ നമുക്ക് വേണ്ടി അനുഗ്രഹിക്കും. നമ്മുടെ മാലിന്യങ്ങളെല്ലാം ആ ജലം സ്വീകരിക്കൂലേ? എന്തൊക്കെ മണാവും നമ്മൾ നീട്ട് വരുമ്പോൾ നമ്മൾ എന്നിട്ട് ശുദ്ധീകരിച്ച് തരും. അതായത് ശരീരവും മനസ്സും ശുദ്ധമാക്കും. അതുകൊണ്ട് നേരത്തെ ഇനിയിപ്പോൾ 5 മണിക്ക്, ഇപ്പം മണ്ഡലക്കാലമായതുകൊണ്ട് നിങ്ങൾ 4 മണിക്ക് തന്നെ എഴുന്നേൽക്കുന്നുണ്ടാവും. കുളി കഴിഞ്ഞാൽ തുളസി തീർത്ഥം കുടിച്ചിട്ട് മനസ്സിൽ സങ്കല്പം വെക്കണം. ഏകാദശിയാണ് ടീച്ചറെ, രാവിലെ എണീറ്റു ഞാൻ വേഗം അമ്പലത്തിലേക്ക് ഓടിയെന്ന് പറഞ്ഞു ഒരാൾ. അപ്പം ഞാൻ ചോദിച്ചു, തീർത്ഥം കുടിച്ചു? അയ്യോ അത് മറന്നു. തീർത്ഥം കുടിക്കണം. കാരണം നമ്മൾ ഒരു തീർത്ഥം ആക്കണമെങ്കിൽ, ഞാൻ ഇപ്പോൾ ചൊല്ലിയില്ലേ ഒരു മന്ത്രം, ഗംഗേ യമുനേ ചൈവ, അത് അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക, അതിൽ ഒരു തുളസി പൂവിടുക. അപ്പം ചോദിക്കുക, അയ്യോ ടീച്ചറെ തുളസി പൊട്ടിക്കാൻ പാടുണ്ടോ? തുളസി കൊണ്ട് ഏകാദശിയുടെ അന്ന് ഭഗവാൻ അർച്ചന നടത്തിയാൽ അവന് സർവ്വ പാപങ്ങളും തീരുന്ന അത്ര ഇഷ്ടാ തുളസി. തുളസി അന്നല്ലെങ്കിൽ തലേസം പൊട്ടിച്ചാലും പാപം തന്നെയല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയാ. തുളസി നമ്മളെ കാത്തു നിൽക്കുത്രേ. ഒരു എതളി എന്നെ അറുത്തെടുത്ത്, നാമജപത്തോടുകൂടി അറുത്തെടുത്ത് ആ കൃഷ്ണന്റെ കാലിൽ ഒന്ന് കൊണ്ടുപോയി അർച്ചിക്കോ എന്ന് ചോദിച്ചാണ് അത്രേ തുളസി നിൽക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് പഴുത്തു കൊഴിഞ്ഞു പോകും. അതിനു മുമ്പ് ഒരു ഭക്തൻ വന്ന് എന്നെ അറുത്ത് ഭഗവത് പാദങ്ങളിൽ എത്തിക്കണേ എന്നാണ് അത്രേ തുളസി പ്രാർത്ഥിക്കുക. ആ തുളസി അറുത്ത് ഈ ജലത്തിലിടുക.
ജലത്തിലിടുക. ജലത്തിലിട്ടതിന് ശേഷം ഇങ്ങനെ അടച്ചു പിടിച്ച് ഒരു വിരല്, അതായത് ജലത്തിന് 5 വിരല് പഞ്ചഭൂതങ്ങൾ, അതിൽ ഭൂമി, ജലം, ആകാശം, വായു, അഗ്നി ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതിൽ രണ്ടാമത്തെ വിരൽ മോതിര വിരല് ജലം. ഈ ജലത്തെ പ്രതിനിധീകരിക്കുന്ന, ജലം നമ്മുടെ ജീവന, ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് ബാക്കി പകുതി അടച്ചു പിടിച്ചിട്ട് ഗായത്രി ജപിക്കണം. ഗായത്രി എല്ലാവർക്കും അറിയാം, പക്ഷെ അത് സ്വരിച്ചു ചൊല്ലുന്നവൻ, വേദം പഠിച്ചവർക്ക് അത് സ്വരിച്ചു ചൊല്ലാം. ഇനി അറിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? സൂര്യഗായത്രി ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തേഹേ എന്നിങ്ങനെ ചൊല്ലണം. ഈ ഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം തീർത്ഥമായി, തുളസി തീർത്ഥം. ഈ തുളസി തീർത്ഥം എന്ത് ചെയ്യണം? അതിൽ കുറച്ച് ചന്ദനവും കലക്കി ചേർക്കണം കേട്ടോ. പൂവിടുമ്പോൾ തന്നെ തുളസി തീർത്ഥം നമ്മൾ സേവിക്കുക. 3 തവണ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട്, അല്ലെങ്കിൽ വടക്കോട്ട്, രണ്ടും ശരിയാ. ചിലർ വടക്കോട്ടായിരിക്കാം, ചിലർ സ്ഥിരം കിഴക്കോട്ട് ചെയ്യുന്നവരാ. നമ്മൾ എന്താണോ ആചരിച്ച് വന്ന് അത് തന്നെ ചെയ്യുക. നീ വടക്കോട്ടാണ് ശരിക്കും ഗ്രന്ഥപാരായണം. അപ്പൊ കണ്ടോ, വടക്കോട്ട് തിരിഞ്ഞല്ലേ ഇരിക്കുന്നത്. വടക്കോട്ട് തിരിഞ്ഞിരുന്നിട്ടാണ് ഗ്രന്ഥപാരായണം ചെയ്യുക. ഇനി കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുന്ന സമയമല്ലേ, അപ്പൊ അങ്ങോട്ടായാലും ശരിയാ. അങ്ങനെ മനസ്സിൽ സങ്കല്പം വെക്കണം, ഭഗവാനെ അങ്ങയുടെ ഏകാദശി ഞാനിതാ നോമ്പ് വ്രതം ആരംഭിച്ചിരിക്കുന്നു കേട്ടോ എന്ന സങ്കല്പത്തോടുകൂടി 3 തവണ തുളസി തീർത്ഥം കുടിക്കുക. നമ്മുടെ വ്രതം തുടങ്ങി. ഇങ്ങനെയാണ് നമ്മുടെ വ്രതം നമ്മൾ സങ്കല്പം വെക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? കുറിയൊക്കെ നീട്ടി വരയ്ക്കണം കേട്ടോ. ചാണയിൽ അരയ്ക്കണം എന്നാ പറയുക. ദിവസവും ചാണ നനയ്ക്കണം ഹൈന്ദവ ഭവനത്തിൽ എന്നാ. ചാണ നനച്ച് അരച്ചെടുത്ത ചന്ദനാണ് ഈ വെള്ളത്തിൽ നമ്മളൊരു ശകലം കലക്കുന്നത്. അത് തന്നെ നെറ്റിയിൽ പുരട്ടുക. കാരണം വാങ്ങിക്കുന്ന മറ്റ് ചന്ദനമൊക്കെ തേച്ച് കഴിഞ്ഞാൽ നെറ്റിയൊക്കെ പൊള്ളുന്ന കാലഘട്ട. ഒറിജിനൽ ചന്ദനം തന്നെ ചന്ദനമുട്ടിയിൽ അരച്ച് തൊടുക. എന്നിട്ട് ശുദ്ധമായിട്ട് കുളി കഴിഞ്ഞിട്ടാണല്ലോ രാവിലെ തുളസി തീർത്ഥം കുടിച്ചത്. എന്ത് ചെയ്യണം? കുറച്ച് സമയം കൂടിയൊക്കെ നമുക്ക് കിട്ടും. കാരണം ഒരു 20 മിനിറ്റ് മതി വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ. ഇവിടെ കൃഷ്ണൻ എന്നാണ് നമ്മൾ പറയാം. എത്ര ഗുരുവായൂരപ്പനാണേലും കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആചാര്യസ്വാമി പറഞ്ഞു വെച്ചിരിക്കുന്നത് പരമാനന്ദത്തിന്റെ ഇരിപ്പിടം എന്നാ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷണം ഉള്ളവെന്നാ. എല്ലാവരെയും ആകർഷിക്കല്ലേ ചിരിച്ചോണ്ട് അവിടെ നിന്നിട്ട്. ഈ പരമാനന്ദത്തിന്റെ ഇരിപ്പിടമായ കൃഷ്ണന്റെ 1000 നാമങ്ങൾ, സഹസ്രനാമങ്ങൾ അങ്ങനെ ഇരുന്ന് അങ്ങോട്ട് ഒറ്റ 20 മിനിറ്റേ വേണ്ടു. ഓം വിശ്വം വിഷ്ണുർവ ഷഡ്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ 1000 നാമങ്ങൾ അർച്ചിക്കുന്നതിന് തുല്യാണ് നിങ്ങൾ അവിടെ ഇരുന്ന് അത് ചൊല്ലുന്നത്. ചിലർ പൂക്കളൊപ്പം അർച്ചിക്കും, ചിലർ മനസ്സുകൊണ്ട് അർച്ചിക്കും. അർച്ചനയൊന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? ഈ കൈ കെട്ടിയിരിക്കുന്നത് ഈ ഭഗവാന് പൂക്കളറുത്ത് വെക്കാനാത്രേ. രാവിലെ വിളക്ക് വെക്കില്ലേ നിങ്ങൾ? അതായത് പത്രം പുഷ്പം ഫലം തോയെന്ന അയ്യോ മേ ഭക്തിയാ പ്രയച്ഛതി. ആരാണോ ഭക്തിപൂർവം എനിക്ക് ഒരു തുളസിയില, ഒരു തുള്ളി, ഒരു തോയൻ, നിങ്ങൾ കിണ്ടി വെള്ളം വെക്കാറില്ലേ? അത് ശിവോദിക്ക് കർക്കടകത്തിൽ മാത്രമൊന്നും പോരാ, ദിവസേന ഭഗവാന് കിണ്ടി വെള്ളം വെക്കണം എന്നാ. അതുപോലെ ദീപം ധൂപം, ഒരു ദീപം എന്നും കൊളുത്തൂലോ, ഒരു ധൂപം ചന്ദനത്തിരി കത്തിക്കൂലോ. ഇതൊക്കെ ഭക്തനാണ് എനിക്ക് തരുന്നതെങ്കിൽ ഭക്തിപൂർവം പ്രേമപൂർവം നിങ്ങൾ എനിക്ക് ഒരു തുളസിയില തന്നാലും മതി. ഭഗവാൻ എന്താത്ര വിചാരുന്നോ? ഭഗവാന്റെ കയ്യിൽ സർവ്വതും ഉണ്ടല്ലോ, ഞാൻ കൊടുത്തത് കുറഞ്ഞു പോയോ എന്ന് ചിന്തിക്കും. നമ്മളെന്താ അത്രയൊക്കെ മതി എന്നുള്ള ഭാവത്തിലാണ് ചെയ്യുക. അതാണ് ഭഗവാനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ വെച്ച് കഴിയുമ്പോൾ ഭഗവാൻ അങ്ങനെ നോക്കൂത്രേ, അപ്പൊ സന്തോഷത്തോടു കൂടി ഭക്തിയോടുകൂടി ഏകാദശിയാണ് എനിക്ക് എല്ലാം തന്നിട്ടുണ്ടല്ലോ അല്ലേ, അപ്പൊ ഇവനെ ഒന്ന് അനുഗ്രഹിക്കാം. ഇവിടെ വന്ന് ശ്രീലകത്തിന്റെ മുന്നിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യാ? ഒറ്റടക്കല ഉള്ളിലേക്കല്ലേ നോക്കണേ, എവിടെ ഇരിക്കണത് ഭഗവാൻ. അപ്പൊ ഇവിടെ എന്താ പ്രാർത്ഥിക്കുക നമ്മൾ വന്നിട്ട്? ഹരേ കൃഷ്ണ, എല്ലാവർക്കും സുഖാവണേ. അപ്പൊ കണ്ണു വിളിച്ച് നോക്കത്രേ, ആരാ പിന്നെ എല്ലാ കുട്ടികളെ കുറിച്ചും പറയാൻ വന്നിരിക്കണേ? അത്രയും നമ്മൾ എന്ത് ചെയ്യണം? ഉന്നതമായി ചിന്തിക്കണം. ഹൈന്ദവന്റെ പ്രാർത്ഥന അവസാനം എന്താ? ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന. അല്ലാതെ എന്നെ കുട്ടികളെ രക്ഷിക്കണം എന്നല്ല ഹൈന്ദവൻ പ്രാർത്ഥിച്ച്. ഒരിക്കലും ഹിന്ദു ഹൈന്ദവ സമസ്ത എന്ന് പറഞ്ഞില്ല. ലോകർക്ക് മുഴുവനും സുഖാവണേന. അത്രയും ദീർഘദ്രഷ്ടാക്കളായിരുന്നു നമ്മുടെ മാമുനീശ്വരന്മാർ. ഇനി ഭഗവാന്റെ മുന്നിലിരുന്നു ഒരു കീർത്തനമൊക്കെ ചൊല്ലാൻ സമയം കിട്ടിയില്ലെങ്കിലും അടുക്കളയിൽ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭഗവാനെ സ്മരിക്കുക. ഭഗവാനെ എപ്പോഴാ അങ്ങേ ഇങ്ങനെ വിചാരിക്കണ്ടേ? എപ്പോഴാ
സ്മരിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര, എല്ലാ സമയത്തും എന്നെ അങ്ങനെ സ്മരിച്ചോളൂ. എപ്പോഴാ അത് പൊട്ടിപ്പോവാന്ന് അറിയില്ലാലോ, അതുകൊണ്ട് എന്നെ തന്നെ സ്മരിക്കുക. ഭഗവാന്റെ എന്തെങ്കിലും സഹസ്രനാമം ബൈഹായിട്ടാണെങ്കിൽ അത് ചൊല്ലിയും കൊണ്ട് നമുക്ക് അടുക്കളയിൽ പണികൾ ചെയ്യാല്ലേ, ആണുങ്ങൾക്ക് അവിടെ ഇരുന്ന് സുഖമായിട്ട് ജപിക്കാം. ഈശ്വര നാമങ്ങൾ അങ്ങനെ ഉയരണം വീടുകളിൽ നിന്ന്. ഗൃഹസ്ഥാശ്രമങ്ങളായി മാറണം ഓരോ ഗൃഹങ്ങളും. നിങ്ങൾ മറ്റ് വീടുകളിലേക്ക് നോക്കൂ, 5 മണിക്ക് നീട്ടിരുന്നിട്ട് അവരങ്ങനെ ഓതും. നമ്മൾ നടക്കാൻ പോകുമ്പോൾ അല്ലേ, കുട്ടി കുഞ്ഞിനെ വരെ എഴുന്നേൽപ്പിച്ചിരുത്തി 6 മണിയാകുമ്പോഴേക്ക് സൂചി കൊടുത്ത് അവർ വിടും അല്ലേ. അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാവാത്തിടത്തോളം കാലം ഹൈന്ദവൻ എന്തേ ചെയ്യൂ? ഇതുപോലെ കുറുക്കൻ്റെ മാളങ്ങളെ പോലെയാണ് അത്ര ഹിന്ദു ഭവനങ്ങൾ. എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ഉണ്ണുക, ഓരിടുക, കിടന്നുറങ്ങുക. ഈശ്വരനാമം കേൾക്കുന്നില്ല. നമ്മളുടെ ഗ്രന്ഥങ്ങൾ ഇത്രയും ഉണ്ടായിട്ട് നമ്മുടെ കുട്ടികൾക്ക്, അമ്മമാർക്ക്, അച്ഛന് അത് ഒരെണ്ണം പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ മോശം? നമ്മൾ മാത്രം ഒന്നും ചെയ്യുന്നില്ല, മറ്റുള്ളവരെല്ലാം ചെയ്യുന്നു, അവർ മോക്ഷം നേടുന്നു. എന്താ മോക്ഷം എന്നാ വിചാരം? ഇവിടുന്ന് പോയതിൻ്റെ ശേഷം കിട്ടുന്നതാണ് എന്നാണോ? അല്ല. ഇപ്പോൾ 10 വർഷം മുമ്പ് കലഹം കൂടിയിരുന്ന വീട്ടില് ഗീത ക്ലാസ് കൊടുത്ത് നിങ്ങൾ ഗീതാ ധ്യാനം വൈകുന്നേരം കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ വീടിനൊക്കെ വന്ന മാറ്റം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ഈശ്വരനാമങ്ങൾ ചൊല്ലുന്ന വീടിന് ഒരുപാട് മാറ്റങ്ങൾ വരും. ഈ മാറ്റം എവിടുന്നാ വരുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലാവില്ല. ഭഗവാൻ അങ്ങനെ അനുഗ്രഹിക്കൂത്രേ. ഒരു ഉദാഹരണം, കൃഷി നടത്തുന്ന ഒരാൾ എന്നും വന്ന് ഭഗവാനോട് പറയത്രേ, മഴയൊന്നും ഇല്ല, എനിക്ക് കൃഷിയും വിളവൊക്കെ കുറവാണ്. അപ്പോൾ ഭഗവാൻ രാത്രിയിൽ മഴ പെയ്യിക്കൂത്രേ. അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലത്തെങ്കിലും മഴ പെയ്യണം, കാരണം അപ്പുറത്തെ ദുഷ്ടനല്ലേ. അപ്പോൾ അത് ഭഗവാൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവും, രാത്രിയെ മനസ്സിലാവില്ലല്ലോ. ഇയാളുടെ കൃഷിസ്ഥലത്തെങ്കിലും മഴ പെയ്യട്ടെ വിചാരിക്കുന്നു. എന്നിട്ട് ഭഗവാൻ ചിന്തിക്കൂത്രേ, കുറഞ്ഞു പോയോ, കൊടുത്തത് കുറഞ്ഞു പോയോ എന്ന്. അത്രയും കൊടുത്താൽ മതിയാവാത്തൊരു വ്യക്തിയാണ് ഭഗവാൻ എന്നാണ്. നമ്മളൊന്ന് വിളിക്കാത്ത പ്രശ്നമേ ഉള്ളൂ. പക്ഷെ എന്താ നടന്നുകൊണ്ടിരിക്കണേ? നമ്മൾ ഒട്ടും വിളിക്കണില്ല. ഇനി ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ എല്ലാം അടക്കണം എന്ന് പറഞ്ഞില്ലേ, ഏകാദശി നാമജപം. അത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യാം? നേരെ ഇവിടെ അമ്പലത്തിലേക്ക് വരാം. ക്ഷേത്രത്തിൽ വന്നാലോ? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. നമ്മളെ എല്ലാ ക്ഷയങ്ങളിൽ നിന്നും, എന്ത് ക്ഷയ നമുക്കുള്ളേ? നമുക്ക് ക്ഷയം എന്ന് പറഞ്ഞാൽ അസുഖാന്ന വിചാരല്ലേ. ഭൗതികമായ ക്ഷയങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ അമ്പലത്തിൽ വരിക, വഴിപാട് കഴിക്കുക. ആത്മീയമായ ക്ഷയങ്ങളുണ്ട്, അതിൽ നിന്നു കൂടി എന്നെ ഉയർത്തണേ കൃഷ്ണ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഇതൊക്കെ ഇങ്ങനെ പോവും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ കഴിവാണ് എന്ന്. അനിത്യമസുഖം ലോകം ഇമം ഭജസ്വമാം. ഗീതയിൽ കൂടെ പറയാ നമ്മളോട്, ഈ മക്കളെ, ഈ ലോകം അനിത്യമാണ്, അസുഖകരമാണ്. ഇത് ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ അങ്ങോട്ട് ഭജിച്ചോളൂ, ഞാനിവിടെ ഉണ്ട് നിങ്ങളെ രക്ഷിക്കാൻ. അപ്പം ഇവിടെ അമ്പലത്തിൽ വന്നു, എന്തായി? തൊഴുതു, പ്രദക്ഷിണം വെച്ചു. ഇങ്ങനെ പോയാൽ മതിയോ? പോരാ. ആ മാതൃസന്ധിയൊക്കെ കൂട്ടിയിരുന്ന് നല്ലൊരു സ്റ്റേജൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലേ. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇപ്പം ശ്രീലകത്തിൻ്റെ അപ്പുറവും സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു സ്ഥലത്ത് 4 പുല്ലായിട്ടിട്ട് അവിടെ ഇരുന്നു കുറച്ച് നേരം വിഷ്ണു സഹസ്രനാമൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. പറ്റുകയാണെങ്കിൽ ഒരു വിളക്കർച്ചന മാസത്തിൽ ഒരിക്കൽ കഴിക്കുക. അപ്പോൾ കാവിലമ്പലത്തിൽ, വാണിയന്നൂർ അമ്പലത്തിലൊക്കെ അത് വെറുതെ ഞാൻ പ്രഭാഷണത്തിൽ എല്ലായിടത്തും പറയും പോലെ പറഞ്ഞു പോകുന്നതാ. പക്ഷേ സ്ഥിരമായിട്ട് അവർ 3 തവണ അർച്ചനയ്ക്ക് അവർ ദക്ഷിണയും തന്ന് എന്നെ കൊണ്ടുപോയി. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു അവരോട്, അവർ ഈ സാധാരണ പണിയെടുക്കുന്ന സ്ത്രീകളാണ്, ഈ ദക്ഷിണ പരിപാടി അതുകൊണ്ട് ഞാൻ ഈ വരുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്താൽ മതി, ഞാൻ പഠിപ്പിച്ചു തരാ പറഞ്ഞു. അതിലൊരു അമ്മേനെ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പം ആ സ്ത്രീ സുന്ദരമായിട്ട് അത് ചെയ്യുന്നു. അത്രയും പൂക്കളൊക്കെ ശേഖരിച്ച് അവർ ഈ വിഷ്ണു സഹസ്രനാമം, നാമാവലി, അർച്ചന എല്ലാ മാസവും മുടക്കാതെ ചെയ്യും. അത് ഇന്ന ദിവസം വേണമെന്നൊന്നുമില്ലേ. നമ്മളപ്പോഴേക്കും മുപ്പട്ടും പോക്കും അതിൻ്റെയൊക്കെ പുറകെ പോകും. എന്നാണോ നമുക്ക് അവധി കിട്ടണേ? ഇപ്പം ആചാര്യസ്വാമി എന്താ പറഞ്ഞത്? ശക്തിയുടെ ദിവസമായ വെള്ളിയാഴ്ചയെങ്കിലും നീ ഏതെങ്കിലും ഒരു ക്ഷേത്രം, ആരാ അത് ചെയ്തുകൊണ്ടിരിക്കണേ? അത് അറിഞ്ഞ് മനസ്സിലാക്കി മറ്റുള്ളവർ ചെയ്യുന്നു. നമുക്കതൊന്നും വേണ്ട. അപ്പം ഞായറാഴ്ച അവധിയല്ലേ, ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു ദിവസം ഒരു പബ്ലിക് ഹോളിഡേ കിട്ടുകയാണെങ്കിൽ അന്ന് നമുക്ക് വിളക്കർച്ചന ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ശ്രീലകത്ത് കയറി അർച്ചിക്കാൻ പറ്റില്ല. ഭഗവാൻ ഏറ്റവും ഇഷ്ടം ബ്രാഹ്മണനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ബ്രാഹ്മണ ഭക്തി, കുചേല ബ്രാഹ്മണനെ ഭഗവാനാ സ്വീകരിച്ച് കൊണ്ടുപോകുന്നത് ബ്രാഹ്മണനായതുകൊണ്ട് മാത്രം. എത്രയോ പേര് കൂടെ പഠിച്ചിട്ടുണ്ട് സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ. അതുകൊണ്ട് ബ്രാഹ്മണർക്കേ അതിന് പറ്റൂ. പക്ഷേ നമുക്ക് പറ്റും. എവിടെ? ആ ശ്രീലകത്തിന് മുന്നിൽ കണ്ടില്ലേ സ്ഥലം, ഇങ്ങനെ വിളക്ക് ഇങ്ങനെ വെച്ച് നാക്കലൊക്കെ വെച്ച് പൂക്കളൊക്കെ റെഡിയായി കഴിഞ്ഞ് ഓം വിഷ്ണവേ നമഃ, ഓം ശ്രീകൃഷ്ണായ നമഃ എന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സാകുന്ന പൂക്കൾ, ആ വിളക്കെന്താ സങ്കല്പം വെച്ചിരിക്കണേ? വിളക്ക്, ശംഖ്, മണി, വിളക്ക്, ഗ്രന്ഥം ഇവയൊന്നും നിലത്ത് വെക്കരുത് എന്നാ. ഭൂമിക്ക് അതിൻ്റെ ഭാരം താങ്ങാൻ കഴിയില്ല. അത്രയും ശക്തി. അത് എന്താ ഈ വിളക്കിലൊക്കെ ഇത്ര ശക്തി ഉണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ ഭാരം ഉണ്ടാവും എന്ന് പറയുന്നത്?
ത്രിദേവതകളും ത്രിമൂർത്തികളും വിളക്കിലുണ്ട്. അതുകൊണ്ട് ആ വിളക്കിന് ഇത്രയും ഭാരമുണ്ട് എന്ന് പറയുന്നത്. വിളക്കിന്റെ താഴെ ഇപ്പോൾ ആലിനെ നിങ്ങൾ പ്രദക്ഷിണം വെക്കുന്നുണ്ടെങ്കിൽ എന്താ ജപിക്കുക? മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണി അഗ്രദാ ശിവരൂപായ വൃക്ഷരാജയതേ നമ. അതാണ് മന്ത്രം. ഇത്രയൊന്നും അറിയില്ലേലും 7 പ്രദക്ഷിണ എന്നാ പറയണത് അറിയാലിന്. ഈ ആൽവൃക്ഷത്തെ പോലെ മൂലതോ ബ്രഹ്മരൂപായ വിളക്കിന്റെ അടിയിൽ ബ്രഹ്മാവാന്നാ പറയുന്നത്. ത്രിമൂർത്തികളില് നടുവിലായിട്ട് ആ തണ്ടില് വിഷ്ണു, മുകളിലായിട്ട് ശിവനും ഇരിക്കുന്നു. പിന്നെ ആ നാളം കത്തുന്ന കണ്ടു, അത് ലക്ഷ്മി തന്നെയാ. നാണയത്തെ പോലെയല്ലേ അതിന്റെ കളർ നോക്കൂ. ഇനി അതിന്റെ അടുത്ത് ചെന്ന ചൂടാ, മഹാദേവന്റെ ചൂടാണ് പാർവതി ദേവി. പാർവതി അതിലുണ്ട്. ചിലർ പറയില്ലേ അവനൊരു വെളിച്ചം വെച്ചിട്ടില്ലാന്ന്, അത് ഒരു വെളിവ് വെക്കാത്തതുകൊണ്ട് പറയണതാ. സരസ്വതിയും അതിലുണ്ട് പ്രകാശമായിട്ട്. അപ്പൊ ത്രിമൂർത്തികളും ത്രിദേവതകളുമുള്ള ആ വിളക്കിനെ നമ്മളൊരു നാക്കലയിലെ തുമ്പിൽ വെച്ചിട്ട് അങ്ങനെ അർച്ചിക്കുമ്പോൾ എത്ര ദേവതകളെയാണ് നമ്മൾ അർച്ചന നടത്തുന്നത്. അതൊരു അവസരമല്ലേ, അത് നമ്മൾ പാഴാക്കരുത്. അപ്പൊ പറയാം, അയ്യോ ടീച്ചറെ സഹസ്രനാമ അർച്ചന 1 മണിക്കൂർ അതൊന്നും നടക്കില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? അഷ്ടോത്തരം എടുത്തു കഴിഞ്ഞാൽ 108 നാമേ ഉള്ളൂ. 108 നാമങ്ങൾ അങ്ങോട്ട് അർച്ചിക്കുക. ആദ്യം ഗണപതി, പിന്നെ സരസ്വതി, കൃഷ്ണനെയും 308 വീതം, പിന്നെയും 8 24 നാമം കൂടി വരും. അരമണിക്കൂർ കൊണ്ട് കാര്യം കഴിഞ്ഞു. ഇരിക്കാൻ വയ്യപ്പ അമ്മമാർക്കൊന്നേ. അപ്പൊ അത്ര മതി. ഇനി വയ്യാത്തവർക്ക് ഒരു മേശയും കസേരയൊക്കെ ഇടാം. എങ്ങനെ ഇരിക്കണം എന്നൊന്നും പറയുന്നില്ല. ഭഗവാൻ എന്താ പറയുന്നതെന്നോ? നിങ്ങൾ എൻ്റെ കഥകൾ അങ്ങനെ കേൾക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഈശ്വര കഥകൾ അങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് സർവ്വവേദനകളും മറക്കാൻ കഴിയും. ചില അമ്മമാർ പറയും ഇരിക്കാമെന്ന് വയ്യാട്ടോ, ഇടയ്ക്ക് ഞാൻ നീട്ടൊക്കെ നിൽക്കുന്നു. പിന്നെ അവർ നീക്കൊന്നുമില്ല, ഇത് കഴിഞ്ഞിട്ടേ എഴുന്നേൽക്കൂ. അപ്പം എന്താ? അവരവരുടെ ശരീരത്തിൻ്റെ വേദനകളൊക്കെ മറന്നു. അതിന് കഴിയണമെങ്കിൽ ഈശ്വര കഥകൾ എന്നെ കേൾക്കണം. വേറെ എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്, എല്ലാം മറന്നു പോകുന്നില്ലേ? ഇങ്ങനെ വിളക്കിനെ കുറിച്ച് മനസ്സിലാക്കി അർച്ചനകൾ നടത്തുക. അപ്പോൾ നമ്മൾ ഏകാദശിയിൽ എന്നാ വിളക്കർച്ചന ചെയ്യുന്ന വെച്ചാൽ ഏറ്റവും നല്ലതായില്ലേ? എന്ത് ചെയ്തു? നമ്മൾ ഈശ്വരീയമായ ഒരു കാര്യം ചെയ്തു. കാരണം സൽചിന്തകളും സൽകർമ്മങ്ങളുമാണ് മഹത്വത്തിനടിസ്ഥാനം എന്ന് ഗ്രന്ഥങ്ങൾ പറയാം. സൽചിന്ത എന്താ? ഈശ്വരീയമായ ചിന്ത മാത്രം. സൽകർമ്മം എന്താ? ഈശ്വരീയമായ കർമ്മങ്ങൾ. ക്ഷേത്രത്തിൽ വരിക, നാമം ജപിക്കുക, വിളക്കർച്ചന ചെയ്യുക, പ്രഭാഷണങ്ങൾ കേൾക്കുക, ഗ്രന്ഥപാരായണം ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ വന്നു, ഇതൊക്കെ കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് തന്നെ ഓടിച്ചെന്നു. ഇനിയിപ്പോൾ എന്താ കഴിക്കണ്ടേ? അതല്ലേ വീട്ടിലുള്ളവർ ചോദിക്കുക. മുത്തശ്ശി ഉണ്ടാവും, ഷുഗറാണ്, അപ്പം എന്ത് പറ്റില്ല? ഫ്രൂട്ട്സ് ഒന്നും പറ്റില്ല. ഒരാൾ പറഞ്ഞു ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാവൂ എന്ന് പറഞ്ഞു ഒരാചാര്യൻ. അതാണോ? അതൊരിക്കലും ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല കേട്ടോ. ഭഗവാൻ എന്താ പറഞ്ഞേന്നോ? ഏകാദശി നോൽക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വസിക്കണം. അതാണ് ഉപവാസം. കൂടെ തന്നെ ഭഗവാനോട് കൂടെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ എന്താ? ഇപ്പൊ ഇവിടെ വന്നിരുന്നു, ഇപ്പൊ വൈകുന്നേരം വരെ പ്രഭാഷണമാണ്, സപ്താഹമാണെങ്കിൽ നമുക്ക് വിശപ്പൊന്നും തോന്നില്ല ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ. അപ്പൊ ഈശ്വരന്റെ കഥകൾ അങ്ങനെ കേട്ട് ശുദ്ധ ഉപവാസം എടുത്തോളൂ എന്നാണ് ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകാദശി. ഉപവാസം എന്ന് പറഞ്ഞാൽ ഒന്നും ഭക്ഷിക്കേണ്ട, അതാണ് ശുദ്ധോപവാസം. അങ്ങനെ പറയുമ്പോൾ ചോദിക്കും ചിലര്, ടീച്ചറെ തുളസി തീർത്തെങ്കിലും കുടിക്കാൻ പറ്റുമോ? ചിലർ അങ്ങനെയാണ്. തുളസി തീർത്ഥം അവർക്ക് വെള്ളം കുടിക്കാതെ വയ്യ, അപ്പൊ തുളസി തീർത്ഥം അങ്ങനെ അവർ സേവിച്ചുകൊണ്ടിരിക്കും. അത് 2ാമത്തെ ഘട്ടം. അത് പോരാട്ടോ, എനിക്ക് ഷുഗറുണ്ട്, ഇത്തിരി പ്രഷറുണ്ട്, ഗുളികകളുണ്ട്, അവരോട് എന്താ പറയാന്നോ? എന്നാൽ നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യണ്ട? സാധാരണ കഴിക്കണ പോലെ അരിഭക്ഷണം കഴിക്കേണ്ട, ഇത്തിരി ഗോതമ്പിന്റെ ഉപ്പുമാവ് കഴിച്ചോളൂ. ഗോതമ്പും ധാന്യം തന്നെയാണ്. അതൊരു ചോദ്യം ഇന്നലെ വന്നു. ധാന്യങ്ങൾ നവധാന്യങ്ങളിൽ ഒന്നല്ലേ ടീച്ചറെ ഗോതമ്പ്, പിന്നെ ഇത് കഴിക്കാൻ പാടുണ്ടോ? ശരിക്കും ഒന്നും കഴിക്കണ്ടെന്നാ ഭഗവാൻ പറഞ്ഞിരിക്കണേ. പിന്നെ എന്തുകൊണ്ടാ? ഹൈന്ദവൻ ആരെയും ഉപദ്രവിക്കുന്നില്ല. സ്ട്രിക്റ്റ് ആയിട്ട് പറയണം നീ ഉപവാസം എടുക്കണം എന്ന് പറഞ്ഞാൽ അന്നപ്പോ ഞാൻ ഏകാദശിനെ നോൽക്കില്ല എന്ന് പറയില്ലേ? പക്ഷെ അസുഖമുള്ള വ്യക്തിക്ക് എല്ലാത്തിനും ക്ലോസുകളുണ്ട്. ഹൈന്ദവൻ ഒരിക്കലും നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കാൻ പറയുന്നില്ല. കാരണം ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന ഈ വണ്ടി, ഇത് ശരീരം എന്ന് പറഞ്ഞാലേ ഒരു രഥകൽപ്പന, ഒരു രഥ. ഈ വാഹനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ജീവിതം കഴിയുവോളം. എങ്ങടാ ഓടുന്നേ? നമ്മളുടെ ധർമ്മം കർമ്മം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓടും. പക്ഷേ ഈ ശരീരമാകുന്ന വാഹനം ആത്മീയതയാകുന്ന റൂട്ടിലൂടെ ഓടി മോക്ഷമാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തണം. നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്? ഇതുപോലെയുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യുക. ഏകാദശി എന്ന് ഓർക്കുമ്പോൾ തന്നെ നാളെ ഗുരുവായൂരപ്പനെ, അപ്പം ഗുരുവായൂരപ്പനെ ഓർത്തു. ഇവിടെ വരുമ്പോൾ തന്നെ വഴിപാട്, നമ്മൾ വഴിപാടുകളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ, ഇപ്പൊ കുട്ടിക്ക് ഒരു പനി വന്നാൽ മതി, അപ്പം അമ്മ പറയും
പറഞ്ഞില്ലേ ഒരു പുഷ്പാഞ്ജലി കഴിക്കാൻ കൃഷ്ണ, നാളേക്ക് മാറ്റി തരണേ. ആ മനസ്സ് എത്ര താഴ്മയോടുകൂടി ആ ഈശ്വര ശക്തിയെ കുറിച്ച് ഓർക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതാണ് വഴിപാട്. വഴിപാട് ത്യാഗമാണ്, സമർപ്പണമാണ്. അതുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള ആ സ്മരണ വരുമ്പോൾ തന്നെ പകുതി ഭേദമായി എന്നാ പറയുന്നത്. ഇങ്ങനെ ഇവിടെ വന്ന് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ലളിതമായ സാധനങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ മകള് പറയാണ്, ഞാൻ ഇന്ന് ഒരു പഴം മാത്രമേ കഴിക്കുന്നുള്ളൂ, മതി, നിർബന്ധിക്കേണ്ട, ആഹാരം ചുരുക്കുക. കാരണം നമ്മുടെ കുടലിനെ ശുദ്ധീകരിക്കാൻ ശുദ്ധോപവാസം, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു എന്ന് മനസ്സിലാക്കുക. എന്നും അരി എത്രയാ നമ്മൾ അടിച്ചു മിന്നുന്നില്ലേ, ഈ കാർബോഹൈഡ്രേറ്റ് കഴിച്ചിട്ടാണ് നമ്മുടെ തടി കൂടി നമുക്ക് ഷുഗർ വരുന്നത്. ഒരു ദിവസം എന്ത് ചെയ്യുക, ഗോതമ്പിലേക്ക്, അതും കാർബോഹൈഡ്രേറ്റ് തന്നെ, പക്ഷെ അത് കുറയ്ക്കും, അളവ് കുറയ്ക്കും, രുചി കുറയൂലോ ഗോതമ്പൊക്കെ ആകുമ്പോൾ. അതിന് വേണ്ടിയിട്ട്, അല്ലാതെ ഇന്നാ ഞാൻ കൂടുതൽ പോയത് എന്ന് പറഞ്ഞു ഒരു ദിവസം ഒരാൾ എന്നോട്, എവിടേക്കാന്ന് ചോദിക്കണ്ടല്ലോ, ഇതിന് പോയത് അത്രേ. അപ്പൊ എന്താ വെച്ചപ്പോൾ ഏകാദശി ആയിട്ട് ചപ്പാത്തി ഉണ്ട്, പഴം പുഴുങ്ങിയതുണ്ട്, വിശേഷമായിരുന്നു ഏകാദശിന്ന്. അതല്ല, വയറ് നിറയെ കഴിക്കരുത് എന്നാ, വയറിന് ഒരറ ഒഴിച്ച് കിടക്കണം, ഒരറ ജലമായിരിക്കണം എന്നാ, ശ്വാസം അങ്ങോട്ടും കൂടി പോകണ്ടേ, ഒരറ നിറയോളം കഴിക്കാം, 4 അറ ഉണ്ടെന്നാ പറയുക. അങ്ങനെ ആവുമ്പോൾ നമ്മൾ എത്രയേ കഴിക്കാവൂ ഏകാദശിക്ക്, വളരെ കുറച്ച് കഴിക്കുക. അന്നെങ്കിലും നമ്മൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു അവധി കൊടുക്കുക എന്നാണ് അതിനർത്ഥമുള്ളൂ. നമ്മുടെ ശരീരത്തിനെ ഇങ്ങനെ നിലനിർത്താൻ, ഇപ്പൊ ശുദ്ധോപവാസം അങ്ങോട്ട് എടുത്തു, പെട്ടെന്ന് പ്രഷറും ഇതൊക്കെ കൂടി ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ നമ്മൾ ആ തുളസി തീർത്ഥം കുടിച്ചതൊക്കെ പോയില്ലേ. അതുകൊണ്ട് അത് മുറിക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കാനാണ് നിങ്ങളുടെ ശരീരത്തിന് ഏതാണോ സുഖമായിട്ടുള്ളത് ആ ഭക്ഷണം നിയന്ത്രണത്തോടു കൂടി കഴിച്ചോളൂ എന്ന് പറയുന്നത്. ഒരു ശകല ഉപ്പുമാവ് കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഉള്ളി എന്നുള്ള സാധനമൊക്കെ അന്നൊന്നാട് മാറ്റി നിർത്തുക, ഇഞ്ചിയും കടുകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയാലും നല്ലതാ. രുചി എന്ന് ചിന്തിക്കാഞ്ഞാൽ തന്നെ നമ്മൾ ഭക്ഷണം കുറയ്ക്കും. ഇനി ഉച്ചയ്ക്ക് കിടന്നുറങ്ങാൻ പാടുണ്ടോ? സ്ത്രീ പ്രസംഗ ഉച്ചയ്ക്കാ പറഞ്ഞത് അല്ലേ, ചെയ്യാറില്ലേ ഉച്ചാകുമ്പോ? അപ്പുറത്തെ വീട്ടിലെ അമ്മ അങ്ങോട്ട് വന്നാൽ മതി, ഇവന് പ്രസംഗമായി. അവിടെ സ്ത്രീ പ്രസംഗിച്ചത് ഏത് ഗ്രന്ഥത്തിലാ? രാമായണത്തിലാ. ഉച്ചയ്ക്ക് രാമായണം ഇരുന്ന് വായിക്കണം എന്നാ പറയാ. സീത എന്താ പറഞ്ഞത്? ലക്ഷ്മണ, നീ എന്നെ ഭാര്യയാക്കാന്ന് വിചാരിച്ചൂല്ലേ എന്ന് ചോദിച്ചില്ലേ, പ്രസംഗിച്ചില്ലേ? അത് കാരണം അവിടെ പോയി ഇരുന്നില്ലേ, 1 വർഷം രാവണന്റെ കൂടെ ലങ്കയിൽ പോയി ഇരിക്കേണ്ടി വന്നില്ലേ? ആ രാക്ഷസികളുടെ മണവും അവരുടെ ആ ആഹാരത്തിന്റെ ഇതുമൊക്കെ സഹിച്ച് ഒരു മാംസലേ കഴിക്കുക, അങ്ങനെ ബുദ്ധിമുട്ടിയില്ലേ? അത് കയർത്ത് സംസാരിച്ചത് കൊണ്ടാ. അതിന് എന്താ മനസ്സിലാക്കണ്ടേ? ഈ ഭൂമിയിൽ ദേവന്മാർ പോലും മനുഷ്യനായി അവതരിച്ചിട്ട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് അവർ അനുഭവിക്കേണ്ടി വന്നു. പിന്നെയാണോ കേവലം മനുഷ്യരായ നമ്മൾ എന്ന് ഇങ്ങടാ ചിന്തിക്കണ്ടേ? അപ്പോൾ എല്ലാവർക്കും ഇവിടെ തുല്യമായിട്ടാണ് പുണ്യവും പാപവും കർമ്മഫലവും ഒക്കെ വെച്ചിരിക്കണേ ഭഗവാൻ എന്ന് മനസ്സിലാക്കുക. ഭഗവാൻ പോലും വിഷ്ണു ചക്രത്താൽ ഒരു സ്ത്രീയെ വധിച്ചത് കൊണ്ടാണ് 10 അവതാരം എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഒരു ശാപാണത്രേ അത്. അതൊക്കെ വലിയ വലിയ കഥ കേട്ടോ, അങ്ങോട്ടൊന്നും പോകില്ല. ഇനി ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാതിരിക്കാനാണ് നമ്മൾ പറയുന്നത് ഗ്രന്ഥം വായിക്കണം. വയറ് നിറച്ച് കഴിച്ചാൽ ഉറങ്ങില്ലേ? തീരെ കഴിച്ചില്ലെങ്കിലും ഉറങ്ങും. അപ്പൊ ശകലം കഴിച്ചു വെച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറയാം. ഗുരുവായൂരൊക്കെ എന്താ ചെയ്യണ ടീച്ചറെ? പുഴുക്കും കഞ്ഞിയും ഗോതമ്പല്ലേ കൊടുത്തോണ്ടിരിക്കണേന്നാണ് ചോദ്യം. ഗുരുവായൂരപ്പനൊക്കെ ചോദ്യം ചെയ്യാൻ നമ്മളുണ്ടോ? നമ്മളൊക്കെ ആരാ? ഒന്നും അല്ല. ഈ ഒരു ഷീറ്റിൽ നമ്മളങ്ങനെ മലർന്ന് കടന്ന് മുകളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അനന്തമായ അജ്ഞാതമായ ഈ വലിയ ഒരു ഗോളം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഇതിന് ഒന്നും അല്ല എന്ന് കവി പറഞ്ഞു വെച്ചതുപോലെ. എന്നിട്ട് എന്ത് ചെയ്യാ? വൈകുന്നേരം ആകുമ്പോൾ സായന്തനാഗമേ വീണ്ടും കുളിക്കണം എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. ശിവന്റെ ഭക്തന്മാരെ എന്താ നോൽക്കുക? ഏകാദശി അല്ല, പ്രദോഷമാണ് നോൽക്കുക. അതുപോലെ പിന്നെ നമ്മൾ 30 തിങ്കളാഴ്ച എടുക്കും. ഭഗവതിയുടെ ഭക്തന്മാര് പൗർണമിയാണ് നോൽക്കുക. വിഷ്ണു ഭക്തന്മാർക്ക് പറഞ്ഞതാണ് ഏകാദശി. ഇനി വൈകുന്നേരം കുളിച്ചു, മേല് കഴുകി, ഇതേ വീണ്ടും അമ്പലത്തേക്ക് വന്നൂലേ ഭഗവാൻ. ആ തുളസി തീർത്ഥമൊക്കെ നമുക്ക് തീർത്ഥം പ്രസാദമൊക്കെ കിട്ടും. അങ്ങനെ കഴിച്ചു, ഇവിടെ അങ്ങനെ സുഖിച്ചിരിക്കുക. ഈ ഈശ്വരീയമായ കാര്യങ്ങളിൽ സൽക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുക. കഴിയുന്നത്ര ക്ഷേത്രത്തിന് വേണ്ടി നമ്മൾ സേവനം ചെയ്യുക. നമ്മൾ മറ്റൊരാൾ ചെയ്യട്ടെ എന്ന് വിചാരിക്കാതെ നമ്മൾ ഓരോരുത്തരും ഇവിടെ മടികടന്ന് വരുമ്പോഴേ, ഇപ്പൊ വലിയ ക്ഷേത്രങ്ങൾക്കൊക്കെ ചുറ്റുമതിലുണ്ടാവും, അതിന് മര്യാദ എന്നാ പറയുക. ഭഗവാന്റെ പാദങ്ങളാണത് ഗോപുരം, ക്ഷേത്ര ഗോപുരം. അതുകൊണ്ടാണ് അവിടെ വന്നാൽ നമ്മൾ ഈ ചളിയുള്ള ചെരുപ്പൊക്കെ മാറ്റി വെച്ച് ചില അമ്പലങ്ങളിലൊക്കെ കാലൊക്കെ കഴുകാനുള്ള
സൗകര്യം വെക്കും. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നാൽ അതേ ചുറ്റുപാത, ഈ ചുറ്റുപാത പ്രദക്ഷിണ വഴിയാ, അത് ഭഗവാന്റെ കാലുകളാ. ഭഗവാൻ അങ്ങനെ മലന്ന് കിടന്നാല് ഈ ചുറ്റുപാത മുഴുവൻ എന്താ, 4 പുറം ഭഗവാന്റെ കാലുകളാ. അതുകൊണ്ടാണ് പ്രദക്ഷിണം പതേ പതേന്ന്. തലയിൽ എണ്ണ ഏന്തി അല്ലെങ്കിൽ ഗർഭിണിയെ പോലെയാണ് അത്രയും പ്രദക്ഷിണം വെക്കേണ്ടത്. ഇനി പ്രദക്ഷിണമൊക്കെ വെച്ച് അകത്ത് കയറുമ്പോൾ ഇവിടെ മഹാക്ഷേത്രങ്ങളാണെങ്കിൽ ഒരു കൊടിമരം കാണും. അത് ക്ഷേത്രദേവന്റെ നട്ടല്ല എന്നാ പറയാ, കശേരുക്കളോട് കൂടിയ നട്ടല്, അതല്ലേ കൊടിയൊക്കെ ഉയർത്തുക. ഇനി അത് കഴിഞ്ഞാൽ മുന്നില് ദാ ബലിക്കല്ല് കാണുന്നില്ലേ, അത് ഭഗവാന്റെ അരക്കെട്ടാണ് എന്നാ പറയാ. ഭഗവാന്റെ പ്രതിഷ്ഠ എത്ര ഉയരത്തിലാണോ ഇരിക്കുന്നത് അതേ ഉയരത്തിലാണ് പുറത്തുള്ള ബലിപീഠം കാണുക. ഭഗവാന്റെ അരക്കെട്ട് അതിന്റെ മുകളിലാണ് ഭഗവാൻ ഇരിക്കുക. ഇനി അവിടുന്ന് അങ്ങോട്ട് കയറിയ ഭഗവാന്റെ കഴുത്താണ്. ആ മുന്നിൽ കാണുന്നില്ലേ തിരുമേനി അവിടെ നിന്ന് പൂജിക്കുകയൊക്കെ ചെയ്യില്ലേ, നിറമാലയൊക്കെ തൂക്കിയിട്ടില്ലേ, ആ മുഖമണ്ഡപം ഭഗവാന്റെ കഴുത്ത് ഗളം ആണ് എന്നാ പറയുക. അവിടെ ഇരുന്നിട്ടാണ് ആംനായ ജപം, വേദജപം തിരുമേനി നടത്തുക. പൂജയൊക്കെ കഴിഞ്ഞാൽ വന്നിട്ട് അതിലേക്കാണ് കയറും ഇല്ലേ. എന്നിട്ട് അവിടെ എന്തൊക്കെയോ കുറച്ച് മന്ത്രം പറഞ്ഞതിൻ്റെ ശേഷം സാഷ്ടാംഗ ഒരു നമസ്കാരം ഉണ്ട്, അത് തിരുമേനി മാത്രം അതിന് മുകളിൽ ചെയ്യുക, ആംനായ ജപം നടത്തുന്നത്. ഇനി അതും കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീലകത്തിന് ഏറ്റവും മുകളിൽ എന്താ കാണുന്നത്, ആ മുകളിൽ ഒരു കുടുംബ പോലെ വെച്ചിട്ടില്ലേ, ഭഗവാന്റെ കുടുംബയാണെന്നാ പറയുക. നമ്മൾ മുകളിലേക്ക് നോക്കി തൊഴണം. പുറകിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ താഴേക്കൂടെ നോക്കി തൊഴണം എന്നാ പറയുക. ഇങ്ങനെ തൊഴുത് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം ഒരു ക്ഷേത്രത്തിന്റെ രൂപത്തിലാണ്. ആ താഴേക്കൂടെ നോക്കി തൊഴുത് ഭഗവാൻ വിഷ്ണുവിന് 4 പ്രദക്ഷിണം എന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ലേ. തൊഴുത് വരുമ്പോൾ ഇങ്ങനെ മണിയടിക്കുന്ന കിട്ടില്ലേ, ഭഗവാന്റെ ജിഹ്വ, നാക്കാണത് എന്നാ പറയുന്നത്. ഇനി ഗർഭഗ്രഹം ഭഗവാന്റെ തലയാണ്. ഇങ്ങനെ മനസ്സിലാക്കണം. ഭഗവാന്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ. ഗീത എന്താ പറയുന്നത്, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. കുന്തിപുത്ര എടുത്ത് വിളിക്കുകയാണ്, കുന്തിയെ പോലെ നീ ക്ഷമ കാണിക്കണം കേട്ടോ എന്നാ പറയുന്നതിൻ്റെ അർത്ഥം. അർജുന എന്നല്ല വിളിച്ചത്, അത് ശരീരവും ക്ഷേത്രവും ഒരുപോലെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ചെന്ന ഇങ്ങനെ തൊഴുത് നിൽക്കുമ്പോൾ ഗുരുവായൂർ അത്ര നേരം ക്യൂ നിൽക്കും, അവിടെ ഒറ്റടക്കലല്ലേ, കണ്ടോ, ഇല്ല ടീച്ചറെ ഞാൻ കണ്ണടച്ചു എന്ന് പറഞ്ഞ ഒരമ്മ. അതുപോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ എന്താ അവിടെ എഴുതി വെച്ചിരിക്കണേ, ശബരിമല തത്വം അസി അല്ലേ, തത്വം അസി, ഞാനും നീയൊക്കെ ഒന്ന് തന്നെയാണ്. 18 വർഷമൊക്കെ ആയില്ലേ, ഇനി അവിടെ ഇരുന്നോളൂ അല്ലെ, പോകാൻ പറ്റാതെ വിഷമിക്കും. അപ്പൊ അവരോട് ഞാൻ പറയും, അവിടെ എന്താ എഴുതിയിരിക്കണം മുത്തശ്ശ, തത്വം അസി, പോകാൻ പറ്റിയില്ലേ കുട്ടിയെ, വളരെ വിഷമത്തിലാ പറയേ. അപ്പൊ എന്താ, നീയും ഞാനും ഒന്ന് തന്നെയാ, അത് മനസ്സിലാക്കി നീ എന്നെ ഭജിച്ച് അവിടെ തന്നെ ഇരുന്നോളൂ. പൂന്താനം തിരുമേനി തിങ്കൾ ഭജനത്തിന് പോകുന്ന ഗുരുവായൂർ ചെല്ലുമ്പോ ഭഗവാനെ കണ്ടു, വലിയ സന്തോഷമായി. ഇങ്ങനെ ഒരു ദിവസം തിങ്കൾ ഭജനത്തിന് പോകുമ്പോൾ പൂന്താനം തിരുമേനിയുടെ കൂടെ കുറച്ച് കൊള്ളക്കാര്, അത്രയും പഴയ കാലഘട്ടം, സാമൂതിരിയൊക്കെ ഭരിക്കുന്ന കാലഘട്ടം, കൊള്ളക്കാർ വന്നപ്പോൾ ഭഗവാനെ ഉറക്കെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. പേടിയായി, അയ്യോ ഇവരെന്നെ കൊള്ളയടിക്കുമല്ലോ, കൈമോതിരം വൈരമോതിരമൊക്കെ ഉണ്ട്. പേടിച്ചു. കൃഷ്ണ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ എന്നാണ് വിളിച്ചപ്പോൾ കണ്ട് ഇത്രയും മങ്ങാട്ടച്ഛൻ വരുന്നു, സാമൂതിരിയുടെ കോവിലകത്ത് സേവകൻ. അപ്പം മങ്ങാട്ടച്ഛൻ വന്നു, ഇവരെയൊക്കെ തുരത്തി. വരൂ എങ്ങടാന്ന് ചോദിച്ചു. ഇത്രേ ഞാൻ ഈ ഗുരുവായൂർക്ക് പോവാ, തിങ്കൾ ഭജന ഇരിക്കാൻ പോവാ, അതിനെന്താ ഞാൻ കൊണ്ടേക്ക് തരാൻ, പേടിക്കണ്ട എന്ന് പറഞ്ഞ അവിടെ കൊണ്ടേക്ക് മങ്ങാട്ടച്ഛൻ പോയി. മങ്ങാട്ടച്ഛൻ തൻ്റെ രൂപം പൂണ്ടു ഭംഗിയിൽ ഭക്തനു രക്ഷ നൽകി, സങ്കടമെല്ലാം അകറ്റി കൃഷ്ണൻ സന്തതം സൽഗതി കണ്ണൻ. ആരാ മങ്ങാട്ടച്ഛനായി വന്നേ? ഗുരുവായൂരപ്പൻ തന്നെയാ. ഗുരുവായൂരപ്പൻ അന്ന് രാത്രി തന്നെ സ്വപ്നത്തില് തിരുമേനിക്ക് ദർശനം കൊടുത്തു. ശാന്തിക്കാരനോട് പറയാണ്, കാരണം അന്ന് മങ്ങാട്ടച്ഛനോട് പറയാ, എനിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തരണം, അങ്ങ് പോകുമ്പോൾ എന്നെ രക്ഷിച്ചതല്ലേ. ഒന്നും വേണ്ട പറഞ്ഞു. അല്ല അത് പറ്റില്ല പറഞ്ഞിട്ട് ഈ വൈരമോതിരം ഊരിയിട്ട് മങ്ങാട്ടച്ഛന് കൊടുത്തു. ഇത് ശരിക്കും മങ്ങാട്ടച്ഛനല്ലല്ലോ, ഗുരുവായൂരപ്പനല്ലേ. ഗുരുവായൂരപ്പൻ ദർശനം കൊടുത്തിട്ട് മേൽശാന്തിയോട് പറഞ്ഞു, അതെ ആ പൂന്താനത്തിന്റെ മോതിരം വിഗ്രഹത്തിന് താഴെ കിടക്കുന്നുണ്ട്, നാളെ തൊഴാൻ വരും, തിങ്കൾ ഭജനത്തിന് വന്നതാ, അത് തിരിച്ചു കൊടുക്കണം കേട്ടോ. പിറ്റേ ദിവസം പുഷ്പാഞ്ജലി വാങ്ങിച്ചപ്പോൾ അന്നൊക്കെ വലിയ തിരക്കൊന്നുമില്ല അമ്പലത്തില്, അന്നത്തെ കാലഘട്ടമല്ലേ. ആ പുഷ്പാഞ്ജലിയുടെ കൂടെ ഉണ്ട് അത്രേ ഈ മോതിരം കൊടുത്ത് തിരുമേനി പൂന്താന തിരുമേനിക്ക്. അത് കണ്ടപ്പോഴാണ് അത്രേ പൂന്താനത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയത്. കൃഷ്ണ അങ്ങ് തന്നെയാണല്ലേ മങ്ങാട്ടച്ഛനായിട്ട് വന്നത്. നമ്മൾ അങ്ങോട്ട് ഉറച്ചു വിളിച്ചാൽ ഭഗവാൻ ഏത് രൂപത്തിലാണ് വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഏകാദശിയൊക്കെ എടുക്കുമ്പോൾ എന്തേ വേണ്ടു, ഞാൻ എന്ത് കഴിച്ചു എന്നൊന്നും അല്ല, ഞാൻ എങ്ങനെ ഭഗവാനെ സ്മരിച്ചു, എത്ര
എത്ര ആവർത്തി വിഷ്ണു സഹസ്രനാമം ചൊല്ലി ഭാഗവതത്തിലൂടെ ഞാൻ പോയോ. ഇതൊക്കെയാണ് ഭഗവാൻ നോക്കുക. ഭഗവാൻ ആ കഥകൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നിടത്തോളം ഭഗവാൻ അത് ഇഷ്ടാത്രേ. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ആ ഓടക്കുഴലും വിളിച്ച് ആ പട്ടുകോണ് കൊടുത്ത് അവിടെ നിൽക്കുന്നുണ്ടാവുത്രേ ഇതിങ്ങനെ കേൾക്കാൻ. നിങ്ങൾ ഇരിക്കുന്നതിനേക്കാൾ ശ്രദ്ധയോടെ, നമ്മുടെ കണ്ണിനെ കാണാത്തതുള്ളൂ, അവിടെ വന്നിരിക്കൂത്രേ. എൻ്റെ കഥയാണല്ലേ, എന്ത് രസ, നമ്മളെക്കാൾ ഭഗവാൻ സുഖിക്കൂത്രേ. ഇനി സന്ധ്യ ആയി കഴിഞ്ഞു, അമ്പലത്തിൽ വന്നു എന്ന് പറഞ്ഞില്ലേ, നാമജപം ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ രാത്രിയിൽ ഉറങ്ങരുത് എന്ന് ഗ്രന്ഥം പറയുന്നുണ്ട്. 24 മണിക്കൂർ ഉറങ്ങാതിരുന്ന് ഭഗവാനെ ഭജിക്കാൻ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് സങ്കീർണമായ ജീവിതശൈലിയാണ്, നമ്മളെ കൊണ്ട് അത് സാധിക്കുന്നുണ്ടാവില്ല. എത്ര സമയം വരെ നമുക്ക് ഈ നാരായണീയം അല്ലെങ്കിൽ ഗീത ഏതെങ്കിലും നമുക്കൊരു ഗ്രന്ഥം സ്വന്തമായിട്ടുണ്ടാവുമല്ലോ, രാമായണോ വായിച്ചിരിക്കാൻ പറ്റുമോ, ഇരിക്കുക. ഉറക്കം കണ്ണുകളിൽ വരുമ്പോൾ നമ്മൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? തലേ ദിവസം കുളിച്ചതുപോലെ കാക്ക നിലത്ത് ഇറങ്ങുന്നതിന് മുമ്പ് വേണം കേട്ടോ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ കുളിക്കണം. കുളിച്ച് കഴിഞ്ഞ് ശുദ്ധമായിട്ട് തലേ ദിവസം ചെയ്തതുപോലെ ചാണയിൽ ചന്ദനമൊക്കെ ഉരച്ച് നെറ്റിയിൽ തൊട്ട് എന്ത് ചെയ്യാം, തുളസി തീർത്ഥം ഗ്ലാസ്സിലെടുത്ത് അതിൽ 2 മണി അരി കൂടി നമ്മളിടും. നമ്മളെ കേരളീയര് അരി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ധാന്യം അരി ഭക്ഷണം കഴിച്ചില്ലല്ലോ, സങ്കല്പം വെച്ചില്ലേ ഒരു വ്രതം തുടങ്ങാന്ന്. ആ സങ്കല്പം എന്താ, വ്രതം ഞാൻ മുറിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഭോക്ഷ്യേഹം പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തലേ ദിവസം ചെയ്തതുപോലെ തുളസി തീർത്ഥം നമ്മൾ 3 പ്രാവശ്യം സേവിക്കുക. അരിമണി കടിച്ച് മുറിച്ചിട്ട് അവിടെ നമ്മുടെ നോമ്പ് പൂർത്തിയായി. അപ്പൊ എപ്പോഴാണ് അത് ചെയ്യേണ്ടത്? ഏകാദശി എന്ന് പറഞ്ഞാൽ 2 തരം ഏകാദശിയുണ്ട്. ശുക്ലപക്ഷ ഏകാദശിയുണ്ട്, കറുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയുണ്ട്, കൃഷ്ണപക്ഷ ഏകാദശി. അതായത് നമ്മൾ വിശ്വാസികൾ കൂടുതലും ഗൃഹസ്ഥർ നോൽക്കുന്നത് വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ്. കറുത്ത പക്ഷം എന്ന് പറഞ്ഞാൽ അത് പിതൃക്കൾക്കാ, വെളുത്ത പക്ഷം ദേവന്മാർക്കാ. കറുത്ത പക്ഷത്തിലെ ഏകാദശി നോൽക്കുന്നത് 2 ആശ്രമം, അതായത് അവസാനത്തെ ആശ്രമല്ലേ, വാനപ്രസ്ഥം അനുഭവിക്കുന്നവര്, സന്യാസം സ്വീകരിച്ചവരെ, അവർക്ക് പറഞ്ഞതാ. പിന്നെ ഒന്ന് വിധവകൾ ഉണ്ടാവും. അവർ ചിലപ്പോൾ ഒരു 22 വയസ്സിലൊക്കെ അങ്ങോട്ട് ഭർത്താവ് മരിച്ചാൽ പിന്നെ ഈശ്വരോ രക്ഷതോ എന്നും പറഞ്ഞു കഴിയുന്നവരാ. അവരും ഈ കറുത്ത പക്ഷത്തിൽ നോൽക്കാന്ന. വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് ഏറ്റവും പുണ്യമായ ഏകാദശി. അത് ഗൃഹസ്ഥാശ്രമികളെല്ലാം നോൽക്കണം. ഇനി എപ്പോഴാണ് ഈ പാരണ മുറിക്കുകയൊക്കെ ചെയ്യേണ്ടത്? അതിന് സമയമുണ്ട്. കാരണം ദശമി കഴിഞ്ഞു, ഏകാദശി നോറ്റു. ഏകാദശി ഇങ്ങനെ തീരാൻ പോകുന്ന 15 നാഴിക, അതായത് ഒരു 24 മിനിറ്റാണ് ഒരു നാഴിക എന്ന് പറഞ്ഞാൽ. ദ്വാദശി വരുന്ന ആ ഒരു 15, ദ്വാദശി തുടങ്ങുന്ന 15 നാഴിക, ഇത് രണ്ടും ചേർന്ന് വരുന്ന സമയമാണ് ഹരിവാസരം സമയം എന്ന് പറയുന്നത്. അതായത് പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് വേണം നമ്മൾ ഏകാദശി മുറിക്കാൻ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ ഏകാദശി എടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കും, എരുമ്പുളിയൊന്നും കൂടുതൽ കൂട്ടരുത്, അതുകൊണ്ട് ചമ്മന്തിയൊന്നും വേണ്ട, ഗോതമ്പുകഞ്ഞി മാത്രം മതി കേട്ടോ എന്നും പറയണം. എരുമ്പുളിയൊന്നും കഴിക്കാൻ പാടില്ല, നാവിനൊന്നും വല്ലാതെ ചൊടി ഉള്ളത് കഴിക്കണ്ട, രജോ ഗുണാണത് എന്ന് പറയാം. ഇത്രയും പറയുമ്പോൾ ഭാഗവതത്തിലെ അംബരീഷൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, അതായത് അദ്ദേഹം രാജാവ്, രാജർഷിയാണ്. പണ്ടുള്ള രാജാക്കന്മാരൊക്കെ ഋഷിതുല്യമായ ജീവിതമായിരിക്കും, പക്ഷെ രാജാവ സുന്ദരമായിട്ട് രാജ്യം ഭരിക്കും. ഇങ്ങനെ അംബരീഷൻ മഹാവിഷ്ണു ഭക്തന, യമുനയിൽ കുളിക്കും. കാളിന്തി നോർത്ത് ഇന്ത്യയിലുള്ള രാജ്യമായിരുന്നു. സുഖമായിട്ട് വിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഭജിച്ചുകൊണ്ടിരുന്നിട്ട് ഭഗവാന് നല്ല സന്തോഷമായി. ഏത് സമയത്തും കൃഷ്ണ എന്നുള്ള വിചാരമാണ്, ഗ്രന്ഥപാരായണമാണ്. കുറച്ച് സമയം, അതായത് 8 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യണം, 8 മണിക്കൂർ ഉറങ്ങണം, 8 മണിക്കൂർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നാ. എൻ്റർടൈൻമെൻറ്റ് മാത്രം പോരാ, പിന്നെ ഈ കുക്കിങ്ങും, അതിനപ്പുറം ഗ്രന്ഥപാരായണം വേണം. ഭഗവാൻ ഒരു ദിവസം പ്രത്യക്ഷമായി. എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. സന്തോഷമായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ കയ്യിലുള്ളതാണ് കൊടുക്കൂലേ. ആ കയ്യിൽ എന്താ ഉള്ളത്? സുദർശനാണ്. സുദർശനം, കാണുന്നത് തന്നെ നല്ലതാണ്, അതാണ് കൊടുത്തു. ഇത് അങ്ങ് വെച്ചോളൂ, എനിക്കിത് വേണ്ട. അംബരീഷന് സന്തോഷമായി, അതവിടെ സൂക്ഷിച്ചു കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ചു. ഇങ്ങനെ ഇനിയിപ്പോൾ ഏതായാലും ഞാനും വ്രതങ്ങളൊക്കെ നോൽക്കാൻ തീരുമാനിച്ചു.
ഏത് വ്രതം എടുക്കണ്ടേ? വിഷ്ണു ഭക്തനല്ലേ, ഏകാദശി എന്നെ എടുത്തോളൂ. ആരാ പറഞ്ഞു കൊടുക്കുക? ഈ രാജസദസ്സിൽ കുറെ പുരോഹിതന്മാരുണ്ടാവില്ലേ, അവർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ അംബരീഷൻ ഏകാദശി നോൽക്കുമ്പോൾ രാജ്യത്തുള്ളവരെല്ലാ പ്രജകളെയും വിളിച്ചു കൂട്ടി. നമ്മുടെ മതിലില്ല, ഞാൻ മാത്രം എടുക്കട്ടെ, അയൽവാസിക്ക് കിട്ടണ്ടെന്നല്ല. എത്ര മാതൃസമിതിക്കാരുണ്ടോ ഗ്രൂപ്പിലിട്ടു, അതെ നാളെ കാശി കേട്ടോ, എല്ലാവരും ഇത്ര സമയത്ത് കേട്ടോ, നമുക്ക് കുളിക്കണം, ഒന്നിച്ച് തുടിച്ച് കുളിക്കണം, തിരുവാതിര കേട്ടോ, അങ്ങനെയൊക്കെ മെസ്സേജ് പോകുമ്പോൾ അങ്ങനെ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഉള്ളവർക്കും കിട്ടട്ടെ. അതായത് സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ, കൂടെയുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മുടെ ഉള്ളിലുള്ള പ്രാണൻ എന്താ ഭഗവാൻ തന്നെയാ. അതുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു, പ്രജകളെയൊക്കെ വിളിച്ചു വരുത്തി വിളംബരം മുഴക്കി, എല്ലാവരും നാളെ എന്ത് ചെയ്യണം, നമുക്ക് ഏകാദശി നോൽക്കാം. വൈകുണ്ഠ ഏകാദശി, ഗുരുവായൂർ ഏകാദശി, ഏകാദശിക്ക് കുറേ പേരുകളുണ്ട് കേട്ടോ. അത് ഉത്ഥാന ഏകാദശി, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. പേരൊന്നും പഠിക്കണ്ട. 12 മാസത്തിൽ 24 തരം ഏകാദശി ഉണ്ട്. മോക്ഷദ ഏകാദശി എന്ന് ഇതിന് പറയും. എന്തായാലും എല്ലാവരും നോൽക്കണം എന്ന് പറഞ്ഞു. ദശമിയുടെ അന്ന് വൈകുന്നേരം എല്ലാവരും ലഘുഭക്ഷണം കഴിച്ചോളൂ, ഇവിടെ രാജകൊട്ടാരത്തിൽ വന്നാൽ മതി. പ്രജകളൊക്കെ കഴിച്ചു. പിറ്റേ ദിവസം എല്ലാവരും എന്ത് ചെയ്യണം, ശുദ്ധോപവാസം എടുക്കാൻ പറ്റുന്നവർ അതെടുത്തോളൂ, അതിന് കഴിയാത്തവർ ലഘുഭക്ഷണം കഴിച്ചോളൂ. അങ്ങനെ ഓർഡറൊക്കെ കൊടുത്തു. പിറ്റേ ദിവസം ഏകാദശിയൊക്കെ മുറിക്കേണ്ട സമയം, പാരണ വിടേണ്ട സമയമായില്ലേ. ഏകാദശിയും ദ്വാദശിയും ഇങ്ങനെ ചേർന്ന് വരാൻ വേണ്ടിയിട്ട് ആ സമയം കാത്തിരിക്കുമ്പോഴാണ് ആര് കയറി വന്നത്? ദുർവാസാവ് മഹർഷി അങ്ങോട്ട് കയറി വന്നു. ദുർവാസാവിന് ഒരു പ്രത്യേകത ഉണ്ട്. ദുർവാസാവ് മഹർഷി ആരോടാണോ ദേഷ്യപ്പെടുന്നത് അയാളുടെ തപോബലം മൊത്തം ഇയാൾക്ക് അത്ര കിട്ടുക. അത് കാരണം എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ലേ ചില ദുർവാസാവുമാര്. ഈ ദുർവാസാവിന്റെ ജനനം തന്നെ എന്താണോ, ശ്രീ പാർവതി ദേവി കല്യാണമൊക്കെ കഴിച്ചു ശ്രീ പരമേശ്വരനെ. പക്ഷേ ഭഗവാന് ഭയങ്കര ദേഷ്യമാണ് ചില സമയത്ത്. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയാണ്. ഒരു ദിവസം നല്ല ശീലത്തിലിരിക്കുമ്പോൾ പറഞ്ഞു അത്രേ, അതെ ശ്രീ പരമേശ്വര, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പാർവതി, പറയൂ എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് അങ്ങയുടെ കൂടെ ഈ ദുർവാസം മടുത്തു, എനിക്ക് വെയ്യ എങ്ങനെ ചീത്ത കേൾക്കാൻ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഹിമവാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഭഗവാന് തോന്നിയത്ര ശരിയാ, ഞാൻ എപ്പോഴും ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ടല്ലേ, നമ്മുടെ ഭർത്താക്കന്മാർക്കൊക്കെ അങ്ങനെ തോന്നി നമ്മൾ രക്ഷപ്പെട്ടൂല്ലേ, അതുകൊണ്ട് ഇനി വേണ്ട, ഇവളെ ചീത്ത പറയണ്ട. പാർവതിയുടെ ദുർവാസം ഇല്ലാതെയേക്കാൻ ഭഗവാൻ സൃഷ്ടിച്ച ഒരു മഹർഷിയാണ് ഈ ദുർവാസാവ് മഹർഷി. പരമേശ്വരൻ്റെ കോപാണ് ദുർവാസാവ് മഹർഷിയായിട്ട് ജന്മെടുത്ത് വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കോപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കയറി വന്നു. പാരണ വിടാൻ നേരത്ത് നല്ല ഒരു മഹർഷിയല്ലേ കയറി വന്നിരിക്കുന്നത്. ആർഘ്യപാദ്യങ്ങളോടുകൂടി സ്വീകരിച്ചിരുത്തി സംസാരിച്ചു. പാരണ വിടാൻ കാത്തിരിക്കുകയാണ്. ഏകാദശി നോറ്റിട്ട് ഇന്ന് ദ്വാദശി ആകുമ്പോൾ ഇത് മുറിക്കണം. അങ്ങ് ഞാൻ വിശിഷ്ട അതിഥിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അങ്ങ് വേഗം പോയിട്ട് യമുനയിൽ പോയി കുളിച്ചു വരുമെന്ന് പറഞ്ഞു. ശരി, വേഗം പോയി കുളിച്ചു വരാൻ പോയ ആൾ വരുന്നില്ല. മധ്യാഹ്നികം കർമ്മങ്ങളും കഴിച്ചിട്ടേ 3 നേരം സന്ധ്യാവന്ദനം ചെയ്യും ഈ മഹർഷീശ്വരന്മാര്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 3 സന്ധ്യകളുണ്ട് എന്നാ. സന്ധ്യ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുന്നത് എന്നാ അർത്ഥം. നമ്മുടെ മനസ്സിലെന്താ, ഞാൻ പറഞ്ഞു രാവിലെ എനിക്ക് സന്ധ്യാവന്ദനം ഉണ്ട്, 6:15 പറ്റില്ല. അപ്പോൾ പറയാം, അയ്യോ ടീച്ചറെ വൈകുന്നേരമല്ലേ സന്ധ്യാവന്ദനം എന്ന്. അല്ല, രാവിലെ സന്ധ്യാവന്ദനം ഉണ്ട്, വേദം പഠിച്ചു കഴിഞ്ഞാൽ. കുളിക്കാൻ പോയ ആൾ വരുന്നില്ല. പാരണ വിടേണ്ട സമയമായി. ഈ കണ്ട ജനങ്ങൾ മുഴുവൻ ഏകാദശി നോറ്റി കാത്തിരിക്കുക. മഹർഷീശ്വരന്മാർ പറഞ്ഞു, രാജാവേ, അങ്ങ് ഇത്ര വലിയ ഒരു വ്രതം എടുത്തിട്ട് അത് സമയത്ത് പാരണ വീടാഞ്ഞാൽ ഒരു ഗുണമില്ല, ഈ ജനങ്ങൾക്കും അതിന് ഗുണം കിട്ടില്ല. അതുകൊണ്ട് ഒരു ഇത്തിരി വെള്ളം കുടിച്ചിട്ട് പാരണ വേടിക്കോളൂ. ഭക്ഷണം മഹർഷി വന്നിട്ട് കഴിക്കാം. ഉപദേശം സ്വീകരിച്ചു. പുരോഹിതന്മാരല്ലേ പറയുന്നത്. ഒരു തുളസിയുടെ ഇലയെ എടുത്ത് കുമ്പിള് കുത്തി എത്ര വെള്ളം കൊള്ളുക അത്ര വെള്ളം കുടിച്ച് പാരണ വേടി. അത്ര ചെയ്തുള്ളൂ. എന്നിട്ട് കാത്തിരുന്നു. പക്ഷേ ദുർവാസാവ് മഹർഷിക്ക് മനസ്സിലായി, ജ്ഞാനദൃഷ്ടിയുണ്ട്. കയറി വന്നു, ദേഷ്യപ്പെട്ടു. ദേഷ്യം വന്നാൽ പിന്നെ എന്താ ചെയ്യുക, ജഡ പറിച്ചൊറ്റ അടിയാത്ര. അതൊന്നൊരു കൃത്തിക എന്ന് പറഞ്ഞിട്ട് ഒരു അസുര സ്ത്രീ ഇങ്ങോട്ട് ഉണ്ടായി. അത് പിന്നാലെ അങ്ങോട്ട് ഓടിച്ചെന്നു. ആരുടെ? രാജാവിൻ്റെ അടുത്തേക്ക്. രാജാവിനെ കാക്കാൻ ആരുണ്ട്? പൂജാമുറിയില് സുദർശന ചക്രമുണ്ട്. ഭഗവാനേ എന്ന് വിളിച്ച് തൊഴുത് നിൽക്കുകയാണ്. മഹർഷീൻ വിട്ടതല്ലേ പേടിച്ചിട്ട്. ആ സമയത്ത് സുദർശനം വന്നിട്ട് ഈ കൃത്തികേൻ്റെ പണി തീർത്തു. എന്നിട്ട് ദേഷ്യം മാറിയോ? ആര് കാരണം അപ്പോൾ ഇത് ഉണ്ടായേ? ആ സുദർശന ചക്രം ഓടിക്കാൻ തുടങ്ങി ദുർവാസാവ് മഹർഷിയെ. മഹർഷി ഓടിച്ചെന്നു. എങ്ങടെ ആദ്യം നമ്മൾ പോവാ? ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. ബ്രഹ്മദേവ രക്ഷിക്കണേ. സുദർശനം പിന്നാലെ. അപ്പൊ പറഞ്ഞു, അയ്യോ ഇത് ഇവിടെ കൂട്ടിയാൽ കൂടില്ല കേട്ടോ, സുദർശനം വിഷ്ണുവിൻ്റെ അല്ലേ, അതുകൊണ്ട് എന്നോട് പറയണ്ട. നേരെ ചെന്നു ശ്രീ പരമേശ്വരൻ്റെ അടുത്ത് കൈലാസത്തിൽ ചെന്നു. അപ്പൊ പറഞ്ഞു, അയ്യോ ഇത് എൻ്റെ അടുത്ത് പോകുന്ന കേസല്ല കേട്ടോ, സുദർശനം ആരുടെയാ? വിഷ്ണു ഭഗവാന്റെ അല്ലേ, വൈകുണ്ഠത്തിലേക്ക് പോയിക്കോളൂ
ചെയ്തോളൂ. ഓടിച്ചെന്ന് ഭഗവാനെ കാലിൽ അങ്ങോട്ട് നമസ്കരിച്ചു. ഹേ വിഷ്ണു, അങ്ങയുടെ ചക്രത്തെ ഒന്ന് സംഭരിക്കണേ, തെറ്റ് പറ്റിപ്പോയേന്ന്. ആ സമയത്ത് ഭഗവാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, മഹർഷി, അതിപ്പോൾ എൻ്റെ ഒക്കെ കൈവിട്ട് പോയിരിക്കുന്നു കേട്ടോ. എന്നേക്കാൾ വലുതാണ് എനിക്ക് എൻ്റെ ഭക്തന്മാർ. എൻ്റെ ഭക്തനായ അംബരീഷന് ഞാൻ എന്നോ അത് കൊടുത്തു. അതിൻ്റെ ഉടമപ്പാരാ? അംബരീഷനാ. അങ്ങൊരു പണി ചെയ്തോളൂ, ഓട്ടം നിർത്തണ്ട. ഇതേ ഓട്ടം നേരെ ഇവിടെ പോകണം, രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് അംബരീഷൻ്റെ കാൽക്കലാണ് വീഴേണ്ടത്. ഈ അംബരീഷൻ്റെ കാൽക്കൽ പോയിട്ട് അങ്ങോട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു ദേവർഷി. അന്തം വിട്ട് പോയി ഇത്രേ മഹർഷി. കാരണം ഇയാൾ ഇപ്പോഴും കാത്തിരിക്കുക. ഒരു കൊല്ലായി ഓടാൻ തുടങ്ങിയിട്ടേ ഒന്നും കഴിച്ചിട്ടില്ല. മഹർഷി വരട്ടെ, മഹർഷി വിശിഷ്ട അതിഥിയല്ലേ, ഏതായാലും പാരണ വീടിയതാണല്ലോ. അങ്ങനെ അദ്ദേഹത്തിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. സുദർശനത്തിനോട് പ്രാർത്ഥിച്ചു, വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ അങ്ങയുടെ ചക്രത്തെ അടക്കണം കേട്ടോ, ഈ മഹർഷിക്കൊന്നും പറ്റല്ലേ എന്ന്. അപ്പോഴാണത്രേ മഹർഷിയുടെ കണ്ണ് തുറന്നത്. ഇദ്ദേഹം എത്ര വലിയ ഭക്തനാ. ഇദ്ദേഹത്തെ കൊല്ലാനാണ് ഇപ്പോൾ ജട പറിച്ചടിച്ച് ഒരു കൃത്തികനെ സൃഷ്ടിച്ച്. എന്നിട്ടും എത്ര സുന്ദരമായിട്ടാണ് ആ അഭയം തേടി വന്ന മഹർഷിക്ക് ജീവൻ തിരിച്ചു നൽകിയത്. ഇതാണ് ഭക്തന്മാരുടെ ലക്ഷണം എന്ന് പറയാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാന് ഭക്തനേക്കാൾ വലുതായി ഒന്നും ഇല്ല. കുചേലന് എന്തുകൊണ്ടാ അവില് കൊണ്ടുവന്നപ്പോൾ കൊടുക്കാതിരുന്നത്? ഭഗവാൻ എന്തെല്ലാം സൗകര്യങ്ങളാണ് അവിടെ കൊട്ടാരത്തിലല്ലേ. നിന്റെ ഈ കീറത്തുണിയിലുള്ള അവലൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ മോശമാവോ? വേണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പൃഥുക തണ്ടുലാൻ. ആ സമയത്ത് ഭഗവാൻ അത് പിടിച്ച് പറിച്ച് വാങ്ങിയിട്ട് വാരിക്കഴിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാ. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഒരു ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും വെറും കൈയോടെ പോകരുത്. പിന്നെ ക്ഷേത്രത്തിൽ ഇപ്പോൾ എല്ലാ സെറ്റപ്പും ഉണ്ട്, എണ്ണയും നെയ്യും എല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. കാരണം ഭഗവാൻ നമ്മൾ ചെല്ലുമ്പോൾ കൊച്ചു കുട്ടികളെ പോലെ അത്രേ, പ്രത്യേകിച്ച് കൃഷ്ണനല്ലേ ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് അത്രേ കുട്ടികൾ നോക്കുക. എന്തിനാണോ? ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പലതും കിട്ടും. ഇവിടെ വന്നാൽ കിട്ടണത് രണ്ടാമത് പറയാം. ആദ്യം വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ച് കയറി ചെല്ലുക, അവരെന്തായാലും നമുക്കൊരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒരു വെള്ളം കലക്കി തരും. അതൊരു കട. ഈ ഋണബന്ധം ഇല്ലാതെയാക്കാനാണ് നമ്മളൊരു പൊതിയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അതിനാണ് നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണേ. ആ കടപ്പാട് ഉണ്ടായാൽ ഇനിയും ജന്മങ്ങൾ എടുക്കൂത്രേ നമ്മൾ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട്. ആരോടും ഒരു കടം ഉണ്ടാവാതിരിക്കാം. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ സുഖിപ്പിക്കും. ഇപ്പോൾ ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ടാവും, നമ്മൾ ചെവിയെ സുഖിപ്പിക്കും. അകത്ത് കയറിയ കണ്ണിനെ ഭഗവാന്റെ രൂപം കണ്ട് സുഖിപ്പിക്കും. ആ മൂക്കിൽ ഘ്രാണിക്കണം, പുഷ്പം കിട്ടിയാന്നാ. ആകാശാത്മന പുഷ്പം കൽപ്പയാമി എന്ന് പറഞ്ഞിട്ട് ആ തിരുമേനി ആ പൂക്കൾ അർച്ചിക്കുക. ഈ പൂക്കളെ മൃദുവായ എതളുകൾ ഉള്ളതാ. ആ എതളുകൾക്ക് മന്ത്രങ്ങളെ ആകിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ആ മന്ത്രപൂരിതമായ പുഷ്പങ്ങൾ, ആ പുഷ്പാർച്ചന എന്നും പറഞ്ഞ പുഷ്പാഞ്ജലിക്ക് അർച്ചിക്കുന്ന ആ പൂക്കളെ നമുക്ക് കിട്ടുക. അത് ആദ്യം ഒന്ന് ഘ്രാണിച്ച ഭഗവാന്റെ ആ പാദങ്ങളുടെ മണവും ആ മന്ത്രങ്ങളുടെ മണവും നമുക്ക് കിട്ടുന്ന, അതിനുവേണ്ടി അതുങ്ങൾ പിന്നെ ഇവിടെ ചൂടുന്നത്. തുളസിയുടെ ഇല ആണുങ്ങൾ ഇവിടെ വെക്കുക, ചെവിയില. ചെവിയുടെ പിറകിൽ ആ തൊലി നോക്കിയിട്ടുണ്ടോ? ഏറ്റവും സോഫ്റ്റാ. അതായത് എൻ്റെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ ഞാൻ എൻ്റെ കർണത്തിൽ തുളസി ഇല ധരിക്കുന്നു എന്നാ മന്ത്രം പറഞ്ഞ് നേരം ഒരുപാട് പോകുന്നില്ല. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സോഫ്റ്റായ ഇതാണ് ഇവിടെയൊക്കെ ഈ ഗോപിക്കുറിയൊക്കെ ഇടുന്നത്. അത് നമ്മുടെ എത്രയോ 109 മർമ്മങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്ഥലങ്ങളാണ്. അതിലൂടെ രക്തചംക്രമണം ഇൻക്രീസ് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് ഈ തുളസി ഇലയ്ക്കുണ്ട്. അപ്പോൾ കിഡ്നീൻ്റെയൊക്കെ വർക്ക് സൂപ്പറായിട്ട് നടക്കുന്ന പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ചന്ദനം തേച്ച് കഴിഞ്ഞാൽ ത്വക്കിന് അപസ്മാര രോഗത്തിന് ഏറ്റവും നല്ലതാണ് ചന്ദനം കുറി തൊട്ട് കഴിഞ്ഞാൽ. ആത്മാവിനെ പ്രക്ഷോഭിപ്പിക്കാനാണ് ഗോപിക്കുറി ഇടുന്നത്. ഇനി പ്രദക്ഷിണം കഴിഞ്ഞ് നമസ്കരിക്കുമ്പോൾ നമ്മുടെ തല അല്ലെ ഏറ്റവും കനമുള്ള സാധന, അതുകൊണ്ട് നമ്മളെല്ലാം സമർപ്പിക്കുക. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മൾ പ്രസാദം കിട്ടി അല്ലെങ്കിൽ തീർത്ഥം കിട്ടിയാൽ നമ്മൾ നാവിനെ സുഖിപ്പിച്ചു. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മൾ സുഖിപ്പിക്കും. ഈ സുഖമൊക്കെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ശാന്തിയല്ലേ അമ്പലത്തിൽ വന്ന് ആ ശാന്തി സമാധാനം കിട്ടിയാൽ നമ്മൾ തിരിച്ച് എന്തെങ്കിലും ഭഗവാന് കൊടുക്കണ്ടേ? ഭഗവാന് വിളക്ക് വെക്കും നമ്മൾ. ഭഗവാനെ കത്തിജ്വലിക്കുന്ന സൂര്യനാ ഭഗവാൻ. നമ്മൾ കത്തിച്ചിട്ട് വേണോ നമുക്ക് ചെല്ലുമ്പോൾ അവിടെ സുഖം. വിളക്കൊക്കെ കത്തുണ്ട് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയാണ് നമ്മൾ വിളക്ക് വെക്കുന്നത്. ഈ എള്ളെണ്ണ ഇങ്ങനെ എരിഞ്ഞ് തീരുമ്പോൾ നമ്മളെ പാപങ്ങളാണല്ലേ കത്തി തീരുന്നത്. സന്ധ്യയ്ക്ക് എന്തിനാ വിളക്ക് വെക്കണേ? ആ സന്ധ്യ ആകുമ്പോൾ സൂര്യൻ പോയി കഴിഞ്ഞാൽ അണുക്കളൊക്കെ പുറത്ത് ചാടും. അപ്പോൾ ഈ എള്ളെണ്ണ എന്ന് പറഞ്ഞാൽ അയൺ, ഇരുമ്പ് സത്തുള്ളതാ. അതിനെ കത്തിക്കഴിഞ്ഞാൽ ഈ അണുക്കളെയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇനി നാരായണീയത്തിലെ ഒരു ശ്ലോകം ഉണ്ടാവും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം.
നാരായണീയത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ അല്ലേ. ഇവിടെ മാതൃസമിതിക്കാർ നാരായണീയ സമിതിയൊക്കെ ഇല്ലേ. നാരായണീയത്തിൽ എവിടെയാണ് ഏകാദശിയെ കുറിച്ച് പറയണേ? ഒരുപാട് പുരാണങ്ങളിൽ ഏകാദശിയെ കുറിച്ച് പറയുന്നുണ്ട്. 92ാമത്തെ ദശകങ്ങൾ എത്തുമ്പോൾ 9ാമത്തെ ഒരു ശ്ലോകമുണ്ട്. ഗംഗാ ഗീതാച ഗായത്രി വിജ തുളസിക ഗോപിക ചന്ദനം തൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇത്രയേ ഉള്ളൂ. ഹേ കൃഷ്ണ, മഹർഷീശ്വരന്മാർ കലികാലത്തിലെ പ്രശ്നങ്ങളെ എല്ലാം തീർത്ത് മോക്ഷം നേടുന്നതിന് വേണ്ടി 8 കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നെ അതിലേക്ക് ആകർഷണം ഉള്ളവനാക്കി തീർക്കണമേ എന്ന് ഭട്ടേരിപ്പാട് പറയാം. എവിടെ ഇരുന്നിട്ട്? ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ ഇടത്തെ സൈഡിൽ എഴുതി വെച്ചിട്ടില്ലേ, ഇവിടെ ഇരുന്നാണ് ഭട്ടേരിപ്പാട് നാരായണീയം രചിച്ചത് എന്ന്. അവിടെ ഇരുന്ന് എഴുതിയ കാര്യമാണ് ഈ 8 കാര്യങ്ങൾ. ഈ 8 കാര്യങ്ങളിൽ അവസാനത്തേതാണ് ഏകാദശി. അപ്പൊ ആദ്യത്തെ കാര്യം എന്താ? ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ശുദ്ധമാവും. ഗീത പഠിച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. ഗായത്രി, ഗായന്തം ത്രായതേ ഇതി ഗായത്രി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ. ഹൈന്ദവനാണോ അവൻ്റെ സന്ധ്യാവന്ദന മന്ത്രം ഗായത്രിയാണ്. ഗായത്രി 21 തവണയെങ്കിലും നമ്മൾ ഒരു ദിവസം ജപിക്കണം. മാക്സിമം എത്രയാവാട്ടോ. ദക്ഷിണാമൂർത്തി സ്വാമികളൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് തവണ ഗായത്രി ഉരുവിട്ട് കഴിഞ്ഞിരുന്നു അത്രേ. ഇനി ഗംഗാ, ഗീത, ഗായത്രി. ഇനി പിന്നെന്താ പറഞ്ഞത്? ഗംഗാ ഗീതാച ഗായത്രി വിജ ഗോപിക ചന്ദനം തൽ, അതായത് ഗോപിക്കുറി തൊടണം. ഗോപിക്കുറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊടുന്നതാ. ഇനി ഇങ്ങനെ തൊട്ടാലും കുഴപ്പമില്ല. കാരണം ആത്മാവിനെ പ്രശോഭിപ്പിക്കാൻ. ആത്മാവ് എവിടെ ഇരിക്കണേ? കല പോയാൽ കഴിഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ഗോപിക്കുറി തൊടണം. ഗംഗാ ഗീതാച ഗായത്രി വിജ തുളസിക, തുളസി തീർത്ഥം സേവിക്കണം. അതിലെ നമ്മൾ രാവിലെ എന്നും ചെയ്യണേ. നമ്മുടെ വിചാരം എന്താ? തുളസി തീർത്ഥം കുടിക്കണം കേട്ടോ, ഏകാദശിക്ക് കുടിക്കാം. അങ്ങനെയല്ല. എന്നും രാവിലെ നിങ്ങൾ കുളിച്ചോ ഇല്ലയെന്നൊന്നും നോക്കണ്ട. നമുക്ക് ഈ അശുദ്ധി കൊണ്ടാണ് ഹൈന്ദവൻ നശിച്ചത്. വേറെ ഒരൊറ്റ മതത്തിലും ഈ അശുദ്ധിയുടെ പ്രശ്നമില്ല. രാവിലെ നേട്ടാ ഞങ്ങളുടെ വേദം ക്ലാസ്സിലെ ആചാര്യൻ 6:15 നിങ്ങൾ എല്ലാവരും സന്ധ്യാവന്ദനം ചെയ്യണം. അപ്പൊ ഒരു മുത്തശ്ശി പറഞ്ഞു, ശ്വാസം മുട്ടാണ്, ആരങ്ങളോട് കുളിക്കാൻ പറഞ്ഞതെന്നാണ് അപ്പൊ ആചാര്യൻ ചോദിച്ചത്. ഇത് കുറെ അങ്ങെത്തിയ ഹിമാലയ സാനുക്കളിലുള്ളവരൊക്കെ കുളിച്ചിട്ടാണോ അഘോരികളൊക്കെ നടക്കുന്നത്? ഐസ് തല്ലി പൊട്ടിച്ച് അതിൽ കുളിക്കുന്ന അഘോരികളുണ്ട്. നിങ്ങൾ കുളിക്കണ്ട, ഗായത്രി 21 തവണ ജപിച്ചോളൂ, സന്ധ്യാവന്ദനം ചെയ്തോളൂ എന്ന് പറഞ്ഞു. രാവിലെ എന്നും നിങ്ങൾക്ക് ഒരേ സമയത്ത്, ഇപ്പൊ രാവിലെ ഒരു 7 മണിക്ക് ഞാൻ എന്നും തുളസി തീർത്ഥം സേവിക്കും. തുളസി തീർത്ഥം സേവിച്ചാൽ എന്താ? പുണ്യകർമ്മ, 8 പുണ്യകർമ്മങ്ങളിൽ 4ാമത്തേതായി തുളസി തീർത്ഥം സേവിക്കുക. എന്നും ഒരേ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതുപോലെ ആ ഗ്ലാസ്സില് നിങ്ങളുടെ ജലം, ജീവനാണ് ജലം എന്ന് പറയുന്നത്, ജലത്തെ പ്രതിനിധീകരിക്കുന്ന ആ ഒരു വിരൽ ആ ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ച് ഓം നമഃശിവായ മന്ത്രം 21 തവണ ജപിച്ച് ആ 3 തുളസി ഇലയും നിങ്ങൾ ചമച്ചരച്ച് കഴിച്ചു നോക്കൂ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം കാശിയൊക്കെ പോയി വന്നപ്പോൾ വീട്ടിലെ ഏട്ടന് വയ്യ, ചുമയും കാര്യങ്ങളൊക്കെയാ. പ്രോഗ്രാം വരുന്നുണ്ട്. മോള് ചോദിച്ചു എന്നോട്, അമ്മയല്ലേ അച്ഛൻ്റെ അടുത്ത് കിടക്കണേ, പിന്നെന്താ ചുമയും പനി എനിക്ക് പിടിച്ചത് എന്ന്. അവൾക്കും പിടിച്ചു, എനിക്ക് പിടിച്ചില്ല. എന്തുകൊണ്ടാ? ഈ തുളസി തീർത്ഥത്തിന്റെ ശക്തി തന്നെ അത്. 21 ഓം നമഃശിവായ മന്ത്രം ചൊല്ലി തുളസി തീർത്ഥം കഴിച്ച ഒരു കഫക്കെട്ടും ഉണ്ടാവില്ല. ഇനി ഗംഗ ഗീതാച ഗായത്രി തുളസി ഗോപിക ചന്ദനം, ഗോപിക്കുറി തൊടല് 5 ഇനി പറയുന്ന ശ്ലോകത്തിൽ പറയുന്നത് സാളഗ്രാമ പൂജ. സാളഗ്രാമം എന്ന് പറഞ്ഞാൽ 7 ഉരുളം കല്ലുകളെ വെച്ച് പൂജിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കൃഷ്ണനെ തന്നെ സാളഗ്രാമമായിട്ട് വിചാരിക്കുക, ഭഗവാനെ പൂജിക്കുക. ഭഗവാനെ പൂജിക്കുന്നത് എങ്ങനെയാ? ഞാൻ പറഞ്ഞില്ലേ, ദീപം, ധൂപം, പുഷ്പം, പത്രം, ഫലം, തോയം. ഇതിൽ ഫലം ഇല്ലെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ദിവസേന കൊടുക്കാവുന്നതാ. അത് വെച്ചാൽ യോമേ ഭക്തി, എനിക്ക് ആരാണോ ഇത് തരുന്നത് അവൻ തന്നെ ഏറ്റവും വലിയ ഭക്തൻ. ഭഗവാന് സന്തോഷമായി. ഇനി അത് കഴിഞ്ഞ സാളഗ്രാമ പൂജ കഴിഞ്ഞ നാമസങ്കീർത്തനം. നാമജപം ഇല്ലാതെ നിങ്ങൾ എത്ര പൂജിച്ചിട്ടും കാര്യമില്ല. നാവ് എന്തിനാ കിട്ടിയത്? നാമങ്ങൾ ചൊല്ലാത്ത നാവെന്തിനാ കണ്ണ, നാവെന്തിനാ കണ്ണ, നാവെന്തിനാ. ആരുടെയും കുറ്റം പറയാനും ഭക്ഷണം കഴിക്കാനും അല്ല, നാമജപത്തിനാ നാവ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചില്ലേ, ഓം നമോ ഭഗവതേ വാസുദേവായ. ധ്രുവൻ ജപിച്ചത് 5 വയസ്സുള്ള കുട്ടി നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്തതാണ്. അതെങ്കിലും ജപിക്കുക. ഓം നമോ നാരായണായ നാമം ജപിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുക. സന്ധ്യ സമയത്ത് നാമജപം നിർബന്ധമാക്കുക.
വിളക്ക് വീട്ടിൽ വിളക്കണ്ട് വെച്ചിട്ട് നേരെ ടി വിയുടെ മുന്നിലേക്ക് ഓടാതെ, ടി വി ഒക്കെ പോയില്ലേ, ഇപ്പം ഈ ഒരു താമ്പൂലത്തിൻ്റെ മുകളിലാണ് എല്ലാവരും, അത് പിന്നെയും കാണാലോ അല്ലേ, 1.5 GB തീരണ്ടേ എന്നാ പറയാ ചോദിച്ചാൽ. ഇനിയിപ്പോൾ അതും കഴിഞ്ഞ അവസാനത്തതാണ് ഏകാദശി. അപ്പോൾ ഏകാദശി മാത്രമല്ല സൽക്കർമ്മങ്ങളിൽ വരുന്നത്, 8 പുണ്യകർമ്മങ്ങളിൽ ഒന്ന് മാത്രമാണ് ഏകാദശി. വെറും ഏകാദശി നോറ്റാൽ പോരാ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്ത് ചെയ്യണം? ഗംഗയിൽ കുളിക്കുക, അവസരം കിട്ടും, ഭഗവാൻ അനുഗ്രഹിക്കും. ഗീത പഠിക്കുക, ഹൈന്ദവനായ 5 കാര്യങ്ങൾ ചെയ്യണം. ഗീത പഠിക്കണം, പഠിക്കന്നെ വേണം. ഗീത 1 പഠിക്കുമ്പോൾ തോന്നണല്ല, 2ാമത് പഠിക്കുമ്പോൾ വരിക. അത് കഴിഞ്ഞാൽ മഹാഭാരതം വായിക്കുക. അത്രയും വലിയ കഥകളാ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. ഹൈന്ദവൻ ഒരിക്കലും കൺവേർട്ട് ചെയ്ത് പോവില്ല. അത് കഴിഞ്ഞ് ഹിമാലയം സന്ദർശിക്കണം, പിന്നെ ഗംഗയിൽ കുളിക്കണം, പിന്നെ അവസാനം ഭാഗവതം കേൾക്കണം. കേട്ടാൽ മതി. കേട്ട് കഴിഞ്ഞാൽ എന്താ? പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം കേട്ടിട്ട് മോക്ഷല്ലേ കിട്ടി? ദുന്ദുകാരി ഗോകർണൻ മോക്ഷല്ലേ കിട്ടിയത്? നമ്മളും അങ്ങോട്ട് കേൾക്കന്നെ. എന്താണോ തോന്നുക? ഓ, എനിക്കിപ്പോൾ ഇതൊക്കെ പറഞ്ഞതാണോ, ഞാൻ ഇപ്പോൾ ഇത് കേട്ടാൽ മോക്ഷം കിട്ടുമോ? നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു വിശ്വാസമില്ല. അതാണ് പ്രശ്നം. എന്നെ കൊണ്ടിത് പറ്റും എന്ന് ഉറച്ചങ്ങോട്ട് വിശ്വസിക്കുക. എനിക്കൊരു ജന്മം കിട്ടിയോ? ഉപനിഷത്ത് പറയുന്നത് എന്താണോ? മഹതോ വിനഷ്ടി ദുർലഭോ മാനുഷോ ദേഹോ. മുറിച്ച് പറയുന്നതാട്ടോ, വലിയ വലിയ ശ്ലോകങ്ങളാ. ദുർലഭമായ ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് നിങ്ങൾ അത് നഷ്ടപ്പെടുത്തി കളയരുത്. എന്ത് ചെയ്യണം? ഈ ശരീരം കിട്ടി, ഈ വാഹനം ഓടി തുടങ്ങിയിരിക്കുന്നു, നമ്മൾ അറിഞ്ഞിട്ടില്ല, അതങ്ങനെ പോവുക. എവിടെ വരെ പോകണം? മോക്ഷം കിട്ടുന്നത് വരെ. എങ്ങനെയാ മോക്ഷം കിട്ടണ്ടേ? കലികാലത്തിൽ കഠിനമായ തപസ്സോ അല്ലെങ്കിൽ യാഗങ്ങളോ യജ്ഞങ്ങളോ പൂജകളോ ഒന്നും വേണ്ട, നാമജപം മാത്രം മതി കലികാലത്തിൽ മോക്ഷം കിട്ടാൻ. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഞാൻ ഒരു ദിവസം ഇഷ്ടദേവതയുടെ 108 നാമം ജപിക്കും. ആചാര്യസ്വാമി പറഞ്ഞു വെച്ചതാ, 108 തവണ. അതിപ്പോൾ എങ്ങനെയാ ടീച്ചറെ? ഇതൊന്നും എടുക്കണ്ട, എല്ലാപ്പോഴേക്കും മാലയൊക്കെ എടുക്കും ചിലര്. നാരായണ 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 10 ആകുമ്പോൾ ഒന്ന് മടക്കുക, നാരായണ നാരായണ നാരായണ. അങ്ങനെ 108 നാമം, 110 ആയിക്കോട്ടെ, എണ്ണ എറിച്ചിട്ട് അപ്പം കേട് വരില്ലല്ലോ. നാമജപം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജാമിളൻ വിളിച്ചതുപോലെ നാരായണ എന്ന് വിളിക്കുമ്പോഴാണെങ്കിൽ ഗഠ്വാങ്കനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീഗതി കൊടുപ്പാനും എന്തു വിധി. ഹരിനാമകീർത്തനത്തിൽ പറയും പോലെ ഗഠ്വാങ്കനെ പോലെ നമ്മൾ നാമം ചൊല്ലുമ്പോഴാ ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുപോയെങ്കിലോ അപ്പോഴും പോകാനൊരു മടിയാലേ, ഇതങ്ങോട്ട് വിടാൻ വയ്യ. എന്നായാലും പോണല്ലേ. 10 കൊല്ലം മുമ്പ് ഇങ്ങനെ ആയിരുന്നോ ശരീരം? 10 കൊല്ലം കഴിഞ്ഞ് അവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റുമല്ലേ? കാലമൊന്നും ചിലപ്പോൾ ഈ പറഞ്ഞതൊന്നും കേട്ടൊന്നും വരില്ല. അതുകൊണ്ട് ഈ ജന്മം കിട്ടിയത് വെറുതെ വെച്ചുകൊണ്ടുറങ്ങി കഴിയാനല്ല. ഏറ്റവും അടുത്ത് ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്ന ഈ കൃഷ്ണന്റെ അമ്പലത്തിൽ വരിക. ഇവിടെ ഈ വർഷം ചെയ്തതിലും വലിയ വലിയ സൽക്കർമ്മങ്ങൾ. എങ്ങനെയാ ഒരു വിളക്ക് പൂജ തുടങ്ങുക? എങ്ങനെയാ മാതൃസമിതിയിലൂടെ ഒരു നല്ലൊരു തിരുവാതിര ടീമിനുണ്ടാക്കി എല്ലായിടത്തും കൊണ്ടുപോയി? എന്ത് രസമല്ലേ? അമർന്നിങ്ങനെ കളിക്കുമ്പോൾ വേറൊരു എക്സസൈസ് ഒന്നും വേണ്ട. ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ. കർക്കിടകത്തിൽ രാമായണം, അല്ലാത്ത ദിവസങ്ങളിൽ കുട്ടികളെ ഇരുത്തി ജ്ഞാനപ്പാന. ഹൈന്ദവൻ തുടങ്ങേണ്ടത് ജ്ഞാനപ്പാനയിലാണ്, ചെറിയ ഗ്രന്ഥം. പക്ഷെ അതിലാണ് എല്ലാ തത്വങ്ങളും പറയുന്നത്. കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ഉദ്ധവോപദേശത്തിൽ പറയുന്നത് അത്. നമ്മുടെ പൂന്താനം ഇല്ലം പെരുന്തമണ്ണുള്ളതാ. എത്ര പേര് പോയി കണ്ടിട്ടുണ്ട്? ആ മഹാത്മാവിനെ സ്വർഗത്തിലേക്ക് നേരിട്ട് കൊണ്ടുപോയ ആ മണ്ണിലൊന്ന് പോയി കാല് കുത്താൻ. ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കണ കാര്യമില്ലേ? പെരുന്തമണ്ണ വരെ പോയാൽ പോരെ? പോയിണ്ടാവില്ല, അതിനുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അമ്പലംകാർ പോയിട്ടാ. അപ്പം എന്ത് ചെയ്യണം? ഇവിടെ ജ്ഞാനപ്പാന വായിക്കുക. കുട്ടികളെ ഇരുത്തി എല്ലാവരും കൂടി വായിക്കുക. ഇതിപ്പോൾ ജ്ഞാനപ്പാന പരിഹസിക്കൊന്നും വേണ്ട, വേദ തത്വങ്ങൾ അങ്ങനെ എഴുതി വെച്ചിരിക്കുക, സിമ്പിളായ മലയാളത്തിൽ പൂന്താനം തിരുമേനി. ഇനി അത് കഴിഞ്ഞാൽ ഹരിനാമകീർത്തനം. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഹരിനാമകീർത്തനത്തിൽ? നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമഃ. എനിക്കൊന്നുമില്ല ടീച്ചർ, ഒന്നും വേണ്ട. നിങ്ങൾക്ക് നാവുണ്ടോ? നാമം ജപിക്കാൻ പറ്റുമോ? ഒന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് രാമായണം എടുക്കുക. രാമായണം ഒരാവർത്തി കഴിഞ്ഞാൽ ഗീത എടുക്കുക. ഗീതയൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഗീതാശ്ലോകങ്ങൾ. നാളെ ഏകാദശി എന്ന് പറഞ്ഞാൽ ഗീതാ ജയന്തി. ഗീത ഉണ്ടായത് അത്രേ, അന്നാണത്രേ ഏകാദശി ദിവസമാണത്രേ ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തത്. ആ ഒരു കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നിട്ട് എന്ത് സുഖമായിട്ടാണ് പറയുന്നത്. കാക്ഷേ വിജയം കൃഷ്ണ നജരാജ്യം സുഖാനിജ കിന്നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേർജീവിതേന വാ. ഹേ കൃഷ്ണ, എനിക്ക് രാജ്യവും ജനങ്ങളും ഇതിനൊന്നും വധിച്ചിട്ട് എനിക്ക് ഒന്നും വേണ്ട കേട്ടോ, നമുക്ക് പോവാൻ വരുമെന്ന്. എങ്ങനെയുണ്ട്? യുദ്ധം ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചോടന്ന് കോപ്പ് കൂട്ടിയിട്ടേ. അപ്പോൾ നമ്മളും ഇങ്ങനെ അവസ്ഥയിലേക്ക് എത്തണം. എനിക്കൊന്നും വേണ്ട, നമുക്ക് ഇനി എന്ത് ചെയ്യാം? പോയി
ഈശ്വരനാമം ജപിക്കുക. നമുക്ക് തോന്നും ഇത്ര ചെറുപ്പത്തിൽ ഇത് വേണോ? ചെറുപ്പത്തിൽ ആത്മീയത ചെയ്യാത്തവർ ഹൈന്ദവൻ മാത്രമേ ഉള്ളൂ. വേറെ എല്ലാവരെയും നിങ്ങൾ നോക്കൂ. ഇനി അത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം? ഗീത കഴിഞ്ഞാൽ മഹാഭാരതം ഒന്ന് വായിക്കുക. അതും കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നാരായണീയം. എന്നാലേ കടിച്ചപ്പെട്ടു. ഭാഗവതത്തിലൂടെ പോയവനെ നാരായണീയം മനസ്സിലാവൂ. കാരണം ഭാഗവതം ഇങ്ങോട്ട് കറന്നെടുത്തിട്ടേ 18,000 ശ്ലോകങ്ങളെ ഇങ്ങോട്ട് കുറുക്കി 1038 ശ്ലോകമാക്കി വെച്ചതാണ് എന്ത്? നാരായണീയം. ഇപ്പം ലോകം മുഴുവൻ നാരായണീയത്തിന്റെ പിന്നാലെ. എന്താ കാരണം എന്നറിയോ? ഇത് തന്നെയാണ് ഔഷധം എന്ന് മനസ്സിലായി. 2 ദശകട് വായിച്ചിട്ടോളൂ പറയും ഞാൻ ഗ്രൂപ്പില്. സുഖമായി. ഇപ്പൊ ടീച്ചറെ ഒരു പ്രശ്നമില്ല കേട്ടോ, നാരായണീയം വായിക്കാൻ തുടങ്ങിയപ്പോൾ. ഇത്രയും വലിയൊരു ഔഷധം വേറെ ഇല്ലാന്ന്. അതൊക്കെ പറയാൻ പോകുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. അതും കഴിഞ്ഞ് നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ വേദം ക്ലാസ്സിൽ ചേർന്ന് ആ രുദ്രം അങ്ങോട്ട് ജപിക്കുമ്പോൾ നിങ്ങൾ ഓം നമഃ ശിവായ ശിവരാത്രി നാളിൽ നിങ്ങൾ ഉറപ്പൊഴിക്കണമെന്ന് മാതൃസമിതിക്കാർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ രുദ്രം 10 ആവർത്തി വായിക്കാൻ തീരുമാനിച്ച ഓം നമോ ഭഗവതേ രുദ്രായ എന്നും പറഞ്ഞിട്ട് ആ രുദ്രം അങ്ങോട്ട് ജപിച്ച് അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, സ്വന്തമായിട്ടൊരു കൃഷ്ണ വിഗ്രഹം വാങ്ങിച്ച് അർച്ചന തുടങ്ങുക. അങ്ങനെ വേദജപത്തിൽ വരെ എത്തി ഇത്തിരി സൂക്തങ്ങൾ പഠിച്ച് എന്താണ് ഭാഗ്യസൂക്തം, എന്താണ് പുരുഷ സൂക്തം എന്നൊക്കെ അറിയണ്ടേ? നമ്മുടെ ഗ്രന്ഥങ്ങൾ അറിയാതെ നമ്മൾ ജനിച്ച് മൃഗത്തെ പോലെ മരിച്ചു പോയിട്ട് എന്താ കാര്യം? ആചാര്യസ്വാമി പറഞ്ഞു ഇത്രേ അവസാനം, മനുഷ്യരൂപേണ മൃഗം ചരന്തി. ഹിന്ദുവിൻ്റെ സ്വഭാവമാണ് അത്രേ. മനുഷ്യൻ്റെ രൂപയിൽ മൃഗങ്ങളെ പോലെ വെച്ചുകൊണ്ടുറങ്ങി. അതുപോരാ, മനുഷ്യന് വിവേക ബുദ്ധി ഉണ്ട്. എന്ത് ചെയ്യണം? ഈ ആത്മാവിനെ ഉയർത്താൻ ഉദ്ധരേതാത്മനാത്മാനം എന്ത് ചെയ്യണം? പ്രയത്നിക്കുക തന്നെ വേണം. ഭഗവാനോട് ഉദ്ധവൻ ചോദിച്ചു, ചെറുപ്പം മുതൽ ഞാൻ കൂടെയല്ലേ, അങ്ങ് പോകുന്ന സമയത്ത് എന്നെ കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്ര. പറ്റില്ല ഉദ്ധവ. എന്ത്? നിന്നെ ഉയർത്താൻ നീ തന്നെ തീരുമാനിക്കണം. എന്ത് ചെയ്യണം? സ്വജനബന്ധം, അവരെ സ്വജനങ്ങളെ ബന്ധുക്കളെയൊക്കെ ഉപേക്ഷിച്ച് പോയിട്ട് എന്ത് ചെയ്യണം? നീ സന്യസിക്കൂ, സന്യാസിയെ പോലെ ജീവിതം കൊണ്ടാടൂ. അങ്ങനെയാണ് ബദരികാശ്രമത്തിലേക്ക് പോകുന്നത്. നമ്മളും എന്ത് ചെയ്യണം? ആശ്രമങ്ങൾ, ആശ്രമം ചെയ്യാത്ര. ആഞ്ഞു ശ്രമിച്ചാൽ ആശ്രമം കിട്ടും. ചെറുതാവുമ്പോൾ ബ്രഹ്മചര്യം നന്നായി പഠിപ്പിച്ചില്ലേ വീട്ടുകാരെ? എന്തൊക്കെയോ ഒക്കെ പഠിച്ചൂലേ? എന്തിനാണ് ആ ഹോൾ സ്ക്വയർ ഒക്കെ പഠിച്ചെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ? ഗൃഹസ്ഥാശ്രമം, കല്യാണം കഴിച്ച് കുട്ടികളായി സുഖമായിട്ട് ജീവിച്ചു. അതും കഴിഞ്ഞ മക്കളെയൊക്കെ കല്യാണം കഴിച്ച് മകനൊക്കെ ഭാര്യയെ കൊണ്ടുവന്ന കുറച്ച് ചുമതലകളൊക്കെ ആണ് കൊടുത്തിട്ട് പതുക്കെ അങ്ങോട്ട് പോരുക അമ്പലത്തേക്ക്. അത് തന്നെ വാനപ്രസ്ഥം. എൻ്റെ നാരായണീയ സമിതി എന്നും പറഞ്ഞിട്ട് പോരുന്നെ. അത് ഒഴിഞ്ഞങ്ങോട്ട് കൊടുക്കണം. അതാണ് വാനപ്രസ്ഥം. എന്തിനതൊക്കെ ഏറ്റിക്കൊണ്ട് നടക്കണേ? ചാവിയൊക്കെ ഊരി അങ്ങോട്ട് കൊടുക്കുക. പിടിച്ചോ, നീ തന്നെ ഇനി ഇവിടത്തെ ആ വിളക്ക് കൈമാറില്ലേ, അപ്പോൾ കഴിഞ്ഞു ഇത്ര നമ്മളുടെ ഡ്യൂട്ടി. വിളക്കാണ്ട് കൊടുത്താൽ ഈ വീടിൻ്റെ ലക്ഷ്മി ഇനി നീയാണ്, നീ നോക്കിക്കോന്നാ. പക്ഷെ അമ്മായിമാർക്ക് ഇഷ്ടമില്ല അല്ലേ? അപ്പോഴാണ് അവിടെ പ്രശ്നം. ആകെ വരയ്ക്കലയില്ലേ? സമാധാനം വല്ലതും ഉണ്ടോ? ഇതെന്തെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകും. ഒത്തിരി സ്നേഹമായിട്ട് നിന്നാലോ ആ വലിച്ച് കിടക്കുമ്പോൾ ഒത്തിരി ഗംഗാജല അല്ലെങ്കിൽ തുളസി തീർത്തെങ്കിലും കൊണ്ടു തരും നമുക്ക്. അങ്ങനെ വിചാരിച്ചാൽ മതി. ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഭഗവാന്റെ അടുത്തേക്ക് പോരുക. പിന്നെ അമ്പലം തന്നെ ജീവിതം. അങ്ങനെ ഒരു സുലോചന ചേച്ചി ഉണ്ട് ഇവിടെ മൈസൂരിൽ നിന്ന് വന്നിട്ട്, നമ്മുടെ തൃശ്ശൂർ. അവിടെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇനി അതും കഴിഞ്ഞ സന്യാസം. ന്യസിക്കുക പറഞ്ഞാൽ ത്യജിക്കുക. അവസാനത്തെ ആശ്രമം. സന്യസിക്കാനൊന്നും പോകണമെന്നില്ല. ഒരു ഗൃഹസ്ഥാശ്രമി. എന്താ പണ്ടുള്ളവർ പറയാ, കുടുംബം നോക്കിയ കാശിക്ക് പോകണ്ടെന്നാ. സന്യാസിയെ പോലെ ജീവിക്കാം. ഒന്നിലും അങ്ങനെ വലിയ ഒരു ആശയൊന്നും. കുചേല ബ്രാഹ്മണൻ ഗൃഹസ്ഥാശ്രമിയായിരുന്നു. സന്യാസിയേക്കാൾ ഉയർന്ന ജീവിതമായിരുന്നു നയിച്ചത്. കൊട്ടാരം പോലത്തെ വീട് കിട്ടിയിട്ടും ഭഗവാൻ അതൊക്കെ കൊടുത്തിട്ടും അദ്ദേഹം ഒന്നും അനുഭവിക്കാൻ തയ്യാറല്ല. എനിക്ക് ഇതൊന്നും വേണ്ട, എന്ത് മതി, എൻ്റെ ഭഗവാനെ മതി. എന്താ പറയുന്നത്? തസ്സൈവമേ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ. എന്താ പറയണേ? ഇതാണ് നാളെ പറയാനുള്ളത്. അത് ഇവിടെ പറഞ്ഞു വെച്ചേ ഉള്ളൂ. ഭഗവാനെ, ഹേ കൃഷ്ണ, അങ്ങയോടുള്ള സഖ്യം, സൗഹൃദം, മൈത്രി ജന്മജന്മാന്തരങ്ങളിലും ഉണ്ടായിരിക്കണമേ. മോക്ഷം വേണമെന്ന് പോലും ആ ബ്രാഹ്മണൻ ആശിച്ചില്ല. ഭഗവാനോട് എന്നും സുഹൃത്തായിരിക്കുക. കാരണം എന്താണെന്നോ? സുഹൃത്താകുമ്പോൾ എന്നും പറയാത്ര ഏടാ കൃഷ്ണ എന്ന് വിളിക്കാം. എന്താ അർജുനൻ വിളിച്ച്? ഹേ യാദവ ഹേ സഖേതി അല്ലെ? ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി. എടോ കൃഷ്ണ എന്നാ വിളിച്ചേ. എന്നിട്ടോ ആ വിശ്വരൂപം ഇങ്ങോട്ട് കണ്ടപ്പോഴാ പറയണത്, അയ്യോ കൃഷ്ണ ക്ഷമിക്കണേ എന്ന് പറയാ. കാരണം ഞാൻ എന്തൊക്കെയാ വിളിച്ചേ? എടോ യാദവ വിളിച്ചില്ലേ, എടോ കൃഷ്ണ എന്ന് വിളിച്ചില്ലേ? സുഹൃത്ത് ബന്ധമാണ് ഏറ്റവും സുന്ദരം ഈ ലോകത്തിൽ. കാരണം എന്താണെന്നോ? ഒന്നും പ്രതീക്ഷിക്കാത്ത ബന്ധം അതേ ഉള്ളൂ. അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്നവരാ. ഇത്രയും പറഞ്ഞ് ഈ ഏകാദശി പ്രഭാഷണം ഞാൻ സമർപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും പറഞ്ഞപ്പോൾ വിട്ടുപോയിട്ടുണ്ടോ? എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? എന്തെങ്കിലും കേൾക്കാൻ ഒരു 5 മിനിറ്റ് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം.
എന്ത് സംശയം ടീച്ചർ, ആകെ കൂടെ സംശയം അതല്ലേ. ഈ സംശയം ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സ് കൂടെ അങ്ങനെ വരും. യൂട്യൂബിൽ സത്സംഗം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഒരുപാട് സ്റ്റേജുകൾ അതിൽ കാണാം. നാരായണീയം ക്ലാസ്സിൻ്റെ ഓരോ ശ്ലോകം പറഞ്ഞിട്ടുണ്ട്, ഗീത 10 അധ്യായം പറഞ്ഞിട്ടുണ്ട്, ഹൈന്ദവൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ. ഇതൊക്കെ ടീച്ചർക്ക് ഡോളർ ഉണ്ടാക്കാനാന്ന് വിചാരിക്കേണ്ട കേട്ടോ. സബ്സ്ക്രൈബും ചെയ്യണ്ട, ലൈക്കും വേണ്ട. നിങ്ങളത് കേട്ടിട്ടൊന്ന് പഠിക്കുക. നമ്മുടെ ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രമില്ലേ, ആ പാടത്തിൻ്റെ പക്കത്ത് ഇതൊക്കെ വെച്ചിട്ടൊരു അമ്പലം, അവിടെ ഒരു പ്രഭാഷണം കുറിച്ചിരുന്നു. അതുപോലെ 4 അമ്പലങ്ങളിൽ പ്രഭാഷണം കുറിച്ചത് മുടങ്ങി കൊറോണയായിട്ടേ. 4 സ്റ്റേജ് പോയപ്പോൾ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടി ഇതാണ്. ടീച്ചിങ് ഒക്കെ ഞാൻ നിർത്തി. ഇവിടെ ഞാൻ ഇരുമ്പുളി ഹയർ സെക്കൻഡറിയിലായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. എൻ്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭഗവാൻ തന്നിട്ടുള്ള ദൗത്യം ഇതാണ്, ടീച്ചിങ് അല്ല. ഒരു ഗൃഹസ്ഥാശ്രമിയേക്കാൾ കൂടുതൽ ഇത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇത് മുടങ്ങുമ്പോൾ ഒരു വിഷമമാണ്. അപ്പം മകൻ പറഞ്ഞത് അമ്മ വെറുതെ ഒരു ചാനലാണ് തുടങ്ങുമോ, ഏതായാലും സ്കൂളിലേക്ക് അത് തുടങ്ങാൻ പഠിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചാനൽ തുടങ്ങി. അതിലൂടെ ഇപ്പോൾ ഒരുപാട് വ്യക്തികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നാരായണിയൊക്കെ ഞാൻ അതിൽ ക്ലാസ്സായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. എന്നെ കാണിക്കുക ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്തത് കേട്ടോ. തിരുമേനി പറഞ്ഞു യൂട്യൂബിലേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇവിടുന്ന് കണ്ടപ്പോൾ. ഏതായാലും അപ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെയെങ്കിലും ആൾക്കാർ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഗൂഗിൾ ദൈവങ്ങളാണ്. പണ്ടൊക്കെ മാതാപിതാ ഗുരു ദൈവം, അപ്പം ഗൂഗിൾ ദൈവം എന്തും ചോദിച്ചോളൂ പറഞ്ഞു തരും. സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഈ കലികാലത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു അമ്പലം, ക്ഷേത്രം അഭിവൃദ്ധിയിലെത്തേണ്ടുന്ന ഏറ്റവും വലിയ ഒരു യജ്ഞമാണ് ജ്ഞാനയജ്ഞം. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഇനിയും ഒരുപാട് ജ്ഞാനയജ്ഞങ്ങൾ നടത്താൻ, അതിൽ പങ്കെടുക്കാൻ നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എങ്കിലേ അത് സാധിക്കൂ. നമ്മൾ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നിങ്ങളെല്ലാം സുഹൃതികളാണ്. സുഹൃതം കൂടുമ്പോഴാണ് അത്രേ നിങ്ങൾക്ക് ഒരു ഭക്തി പ്രഭാഷണം നിങ്ങളുടെ മുന്നിലേക്ക് വരിക. ഈ യജ്ഞം ഞാൻ സമർപ്പിക്കുകയാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം ജഗദംബികായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ഹരിദാസ്.